വചന ശുശ്രൂഷയുടെ സമയം പരിമിതിയാകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. आमेन। आज रात को बहुत कम समय हमारे बीच में है, അതുകൊണ്ട് വേഗത്തിൽ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് शीघ्र ഒരുമിച്ച് ही वचन की ओर हम अपने मन को लगाएं, ध्यान വിശുദ്ധ लगाएं। മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം मत्ती रचित सुसमाचार के 27 अध्याय को അതിന്റെ 65-ഉം 66-ഉം വാക്യഭാഗങ്ങൾ ഈ രാത്രിയിലെ ധ്യാനത്തിനായി വായിക്കാം. आमेन। उसकी 65 और 66 आयत को हम पढ़ेंगे। पिलातुस ने उनसे कहा, तुम्हारे पास पहरुए तो हैं, जाओ अपने समझ के अनुसार रखवाली करो। अतः वे पहरुओं को साथ लेकर गए और पत्थर पर मोहर लगाकर कब्र की रखवाली की। 65-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം. हमें 65वीं आयत इस प्रकार कहते हैं, पिलातुस ने उनसे कहा, आमेन, तुम्हारे पास पहरुए तो है, പോയി നിങ്ങളാൽ ആവോൾ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. जाके अपनी समझ के मुताबिक उसकी रखवाली करो करके कहा। 66-ാം വാക്യം, അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു. 66वीं आयत कहते हैं, वे पहरुओं को साथ लेकर पत्थर पर मोहर लगा लिया। കാവൽക്കൂട്ടത്തെ നിർത്തി हमें कब्र की रखवाली की, കല്ലറ ഉറപ്പാക്കി. हमें रखवाली की कब्र की। ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ ഉദ്ധരിക്കുന്നു. दोहराना चाहता हूँ उस आयत को। അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. वे लोग पहरुओं ने जाकर पत्थर को मोहर लगा लिया। കാവൽക്കൂട്ടത്തെ നിർത്തി हमें पहरुओं को खड़ा कर दिया, കല്ലറ ഉറപ്പാക്കി. कब्र की रखवाली की। തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്താട്ട് पढ़े हुए वचन के प्रति धन्यवाद करें, हालेलुया। ഈ വായിച്ച വചനഭാഗം നമുക്ക് വളരെ പരിചയമുണ്ട്. बहुत ही हमें परिचित वचन है जो यहाँ पर पढ़ा गया है। ഒരിക്കലെങ്കിലും ഈ വചനഭാഗങ്ങളിലൂടെ പോയിട്ടില്ലാത്ത ആരും എന്നെ ശ്രവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. मैं ऐसा विश्वास करता हूँ, कभी न कभी आप में से हर एक इस वचन से प्रचार सुने होंगे। ആമേൻ. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, यहाँ पर इस प्रकार पढ़ा है, അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു, वे लोग जाकर पत्थर को मोहर लगाया, കാവൽക്കൂട്ടത്തെ നിർത്തി, हमें पहरुओं को खड़ा कर दिया, കല്ലറ ഉറപ്പാക്കി. हमें कब्र को रखवाली की। ഈ തിരുവചന ഭാഗം आमेन। इस वचन का हिस्सा, ആമേൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടും തന്റെ ഉയർപ്പിനോടും ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. प्रभु यीशु मसीह का क्रूसीकरण और पुनरुत्थान से जुड़ी हुई आयतें हैं। രാവിലെ സമയം ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ കൂട്ടുവരവുകളിൽ യേശു ഉയർത്തപ്പെടുവാനിടയാകണം. सुबह का वक्त प्रभु के दास ने बताया, हमारे हर एक संगति में प्रभु यीशु मसीह की नाम ऊंचा होना കാരണം चाहिए। അവന്റെ നാമം മാത്രമാണ് ഉയർത്തപ്പെടുവാൻ യോഗ്യമായ നാമം. केवल वही नाम है जो कि ऊंचा होने के लिए, महिमा मिलने की योग्य है। ഇന്ന് രാത്രി അവനെ ആദരിപ്പാൻ, അവനെ ബഹുമാനിപ്പാൻ, അവനെ ആരാധിപ്പാനാണ് ഞാൻ നിങ്ങളുമായി आज ഇരിക്കുന്നത്. रात को हम इसी मकसद से यहाँ पर आए हैं, उसकी आदर हो, उसकी सम्मान हो, उसकी महिमा हो। പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്, आमेन। प्रेरित पौलुस फिलिपियों की पत्री में इस प्रकार and कहते हैं, every knee shall bow and every tongue shall confess that he is the King of kings and the Lord of lords. हर एक जीव बोलेंगे वही प्रभु, हर एक घुटने ठिकेंगे, हर एक जवान जीव बोलेंगे वही परमेश्वर है। അവന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, हर एक घुटना ठिकेगा, എല്ലാ നാവും ഏറ്റുപറയും, हर जीव बोलेंगे യേശു മാത്രം കർത്താവെന്ന്. यीशु मसीह ही प्रभु है। ആമേൻ. അവന്റെ മുൻപിൽ അല്ലാതെ उसके सामने, उसके सिवा ആരുടെയും മുൻപിൽ മടങ്ങുകയില്ല മുഴങ്കാലുകൾ. हमें किसी और के सामने घुटना नहीं അതുകൊണ്ട് टिकेगा। തിരുവചനം ഓർപ്പിക്കുന്നു, हमें इसीलिए पवित्र वचन कह रहा അവന്റെ है, മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, उसके सामने हर एक घुटना അവന്റെ टिकेगा, മുൻപിൽ എല്ലാ നാവും ഏറ്റുപറയും, उसके सामने हर जुबान, हर जीभ बोलेंगे യേശു മാത്രം കർത്താവെന്ന്. यीशु ही एकमात्र प्रभु ഇന്ന് है। രാത്രി ഈ ദൂത് ശ്രവിക്കുന്ന ദൈവത്തിന്റെ ജനമേ, आज रात को मुझे सुनने वाले प्रभु प्यारे നമ്മുടെ अजीजों, അധരങ്ങളിൽ നിന്നൊന്ന് ഏറ്റുപറഞ്ഞ് യേശു മാത്രം കർത്താവ്. हमारे होठों से दोहराए कहें कि यीशु ही एकमात्र प्रभु അവൻ है, മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, वही एकमात्र आराधना का അവൻ योग्य है, മാത്രം യോഗ്യനായ കർത്താവ്. वही സ്തോത്രം. केवल योग्य है। ആമേൻ. തിരുവചനം ഇങ്ങനെ ഓർപ്പിക്കുന്നു, वचन यूं कह रहा है, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. आमेन, हालेलुया। मेमने तू हालेलुया, आमेन, हालेलुया, बलिदान हुआ, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ വീണ്ടെടുത്തു. तेरे लहू से हमें हमारी छुटकारा हुआ। ആമേൻ. ഒരിക്കൽ യേശു കർത്താവ് ഗലീല കടൽപ്പുറത്തുകൂടെ നടക്കുമ്പോൾ, यीशु मसीह एक दफा गलील की सागर के ऊपर से जब चल रहा था, ഗലീലയുടെ ആമേൻ കടൽക്കരയിലൂടെ യേശുവിന്റെ പാദങ്ങൾ ചലിച്ചു മുൻപോട്ട് നീങ്ങുമ്പോൾ, हमें गलील झील के किनारे से जब प्रभु यीशु मसीह का पाँव ഒരുവൻ യേശുവിനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, एक व्यक्ति यीशु मसीह की ओर उंगली उठाते हुए कहा, Behold the Lamb of God who takes away the sins of the world. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ
കുഞ്ഞാട്. यही है वो मेमना जो तमाम संसार की पापों को अपने बाप की बोझ को अपने कंधे पर ले ഇന്ന് लेने രാത്രി वाला। ആലയത്തിൽ ഉയർത്തപ്പെടുന്ന നാമം യേശുവിന്റെ നാമമാണ്. ആമേൻ. आज इस भवन में वही नाम ऊंचा होने पाए, उसी नाम को महिमा ആ मिलने पाए। നാമത്തിന് മേലായ വേറൊരു നാമമില്ല. उस नाम से बढ़कर कोई और नाम नहीं है। ആ നാമത്തിന് മേലായ വേറൊരു നാമമില്ല. उस नाम से Yes. बढ़कर कोई और नाम नहीं है। ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവസഭയെ, आज रात को कलीसिया से मैं बताना चाहता हूँ, നമ്മുടെ ഒക്കെ വിഷയങ്ങൾക്ക് ഓരോ പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ, हमारा हर एक समस्या को यदि हम हर एक नाम रखा जाए, നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് ഓരോ പേരുകൾ ഇട്ടാൽ, हमारे शरीर में जो बीमारी है हर एक बीमारी को हर एक नाम रखा जाए, നാം അഭിമുഖീകരിക്കുന്ന ഓരോ ദൈനംദിന ജീവിതത്തിലെ വിഷയങ്ങൾക്ക് ഞാനും നിങ്ങളും ഓരോ പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ, रोज मेरा दैनिक जीवन में जो चुनौतियों का हम सामना करते हैं हर एक चुनौतियों को यदि हम एक नाम रखा നമ്മെ जाए, സ്നേഹിക്കുന്നവരുടെ പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ, हमें प्रेम करने वाले को नाम रखा जाए। ആമേൻ. ഇന്ന് രാത്രി തിരുവചനം പറയുന്നു, आज रात को पवित्र वचन कह रहा ആ है, നാമങ്ങൾക്കെല്ലാം മുകളിലായി ഒരു നാമമുണ്ട്. हमें Yes. उन तमाम नामों से बढ़कर एक नाम है। ആമേൻ. ആ പ്രശ്നങ്ങൾക്കെല്ലാം മുകളിലായുള്ള ഒരു നാമമുണ്ട്. उन तमाम समस्याओं संकट से बढ़कर के एक नाम ഇന്ന് है। രാത്രി നിന്നെ അലട്ടുന്നത് ക്യാൻസർ എന്ന നാമമായിരിക്കാം. आज रात को तुम्हें सताने वाला आमीन उस बीमारी का नाम कैंसर हो ഇന്ന് सकता है। രാത്രി തിരുവചനം പറയുന്നു, आज रात को पवित्र ആമേൻ. वचन कह रहा ആ है, നാമത്തിനു മേലായ നാമമുള്ളവൻ ഈ രാത്രി ഇവിടെ ഇറങ്ങി उस വന്നിട്ടുണ്ട്. नाम से बढ़ते हुए बढ़ करके जिसका नाम है Hallelujah. वो सचमुच यहाँ उतर आया നിന്റെ है। സകല പ്രശ്നങ്ങൾക്കും മുകളിലായി നാമമുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. उन तमाम संकट के ऊपर जो नाम है जिसका वो सचमुच यहाँ उतर आया ഈ हुआ है। രാത്രി അവന്റെ നാമം ഉയർത്തപ്പെടണം. आज रात को उसके नाम की महिमा होने पाए। ഹല്ലേലൂയ. हालेलुया। ആമേൻ. Hallelujah. വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. हमें पढ़े हुए आयत की ओर वापस आए। ഞാൻ ഓർപ്പിച്ചുവല്ലോ യേശുവിന്റെ ക്രൂശീകരണവും അവന്റെ പുനരുത്ഥാനത്തോടുമുള്ള ബന്ധത്തിൽ. आमीन। यहाँ पर मैंने पहले ही बताया यीशु मसीह का क्रूसीकरण और उसके पुनरुत्थान से जुड़ी हुई യേശുവിന്റെ बातें। ക്രൂശീകരണം, അവന്റെ ഉയർപ്പ്, അവന്റെ അടക്കം, അവന്റെ ഉയർപ്പ്, हमें क्रूस पर उसको चढ़ाया जाना, उसको हमें हालेलुया दफनाया जाना और हमें उसका जी उठना, पुनरुत्थान। ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ തിരുവചനം നന്നായി നമ്മെ പഠിപ്പിക്കുന്നു. इस तमाम विषयों को पवित्र शास्त्र में हमें सविस्तर बताते हैं। നാം വായിച്ചതായ തിരുവചന ഭാഗം അങ്ങനെയുള്ള ഒരു ഭാഗമാണ്. हमें पढ़े हुए इस आयत कुछ ऐसी ही घटना को बताते ഇന്ന് हैं। രാത്രി ആ വചനത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപേ, उस आयत की ओर हम गहराइयों में जाने से पहले ആമേൻ, യേശുവിന്റെ ആമേൻ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടുമുള്ള ബന്ധത്തിൽ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ, हमें यीशु मसीह का क्रूस पर चढ़ाया जाना, मारा जाना, हमें दफनाया जाना, गाड़ा जाना और जी उठने के बारे में पवित्र शास्त्र में और भी कहे हुए आए ആമേൻ, हैं। യേശുവിന്റെ അടക്കത്തോടും ആമേൻ ആമേൻ ഉയർപ്പിനോടുമുള്ള ബന്ധത്തിൽ 5 വിധമായിരിക്കുന്ന അപ്പീലുകൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. हमें पवित्र शास्त्र में यीशु मसीह को गाड़े जाने का और उसके पुनरुत्थान के बारे में 5 अलग अलग जगह पर 5 अलग अलग तरीके से बताए हुए हमें दिखाई देता അടുത്ത है। 55 മിനിറ്റിനുള്ളിൽ നാം ആ ഭാഗങ്ങൾ ചിന്തിക്കുവാൻ अगले ആഗ്രഹിക്കുന്നു. 55 मिनट के अंदर उन तमाम घटनाओं को, बातों को हमें स्मरण करेंगे। 9 മണിക്ക് യോഗം അവസാനിപ്പിക്കും. 9 बजे सभा समाप्त होंगे। അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് എപ്പോഴാ തീരുന്നതെന്നോർത്താരും വ്യാകുലപ്പെടേണ്ട. आज रात को कोई ऐसा विचार के साथ ना बैठे ये सभा कब समाप्त होगा। ആ വ്യാകുലമുള്ളവരെല്ലാം കൂടെ ഒരു സ്തോത്രം പറഞ്ഞേ. ऐसे चिंतित लोग सिर्फ धन्यवाद करें प्रभु को, कोई भी नहीं है। ഹല്ലേലൂയ. आमीन, हालेलुया। ഞാനത് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു എന്നറിയണമല്ലോ. आपका ध्यान इधर है कि भटका हुआ है करके, इसीलिए मैंने आपसे ये सवाल किया। നമുക്ക് ഈ പെന്തക്കോസുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. हम मसीही विश्वासी लोगों में एक कमी है, എന്തിനും കയറി സ്തോത്രം പറഞ്ഞുകളെ. हर बात के लिए धन्यवाद और धन्यवाद स्तुति करते हैं। ശ്രദ്ധിച്ചും പറയും, ഇല്ലാതെയും പറയും. ध्यान लगा के भी कहते हैं, बिना ध्यान लगाए भी बोल ദൈവം देते നമ്മോട് എന്നാ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. हमें प्रभु हमसे क्या कह रहा है उसको ध्यान लगा है, എന്നിട്ട് നാം പ്രതികരിക്കുവാൻ തുടങ്ങണം. उसके बाद प्रतिक्रिया करें। നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് ഇന്ന് പകലിൽ തന്നെ മനസ്സിലായതാ. मुझे आज दिन के सभा के द्वारा ही पता चला आप बड़े ध्यान पूर्वक बैठने वाले ഈ हैं। രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. पवित्र आत्मा आज रात को भी हमसे बोलने पाए। വിശുദ്ധ വചനത്തിൽ पवित्र शास्त्र में യേശുവിന്റെ അടക്കത്തോടും പുനരുത്ഥാനത്തോടുമുള്ള ബന്ധത്തിൽ यीशु मसीह का गाड़ा जाना और उसके पुनरुत्थान के संबंध ഞാൻ में ഓർപ്പിച്ചുവല്ലോ 5 വിധ അപ്പീലുകൾ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. 5 अलग अलग
लेसन में लिखे हुए हैं, बताए हुए हैं। വേഗത്തിൽ നാം അവയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിക്കുവാൻ പോകുകയാണ്. बहुत शीघ्र हम उन तमाम बातों की ओर अपना ध्यान को ഇന്ന് लगाएंगे। രാത്രി നമ്മുടെ ഹൃദയം ആ തിരുവെഴുത്തുകളിൽ ഏകാഗ്രമാകട്ടെ. अपने मन को उस वचन में हम हालेलुया केंद्रित ഈ करें। 5 അപ്പീലുകളിൽ 5 अलग तरीके की जो अपील है, 4 അപ്പീലുകൾ हमें 4 जो हमें अपील है, പുരുഷാരം മഹാപുരോഹിതനോട് ചെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. महायाजक को भीड़ जाकर सीधी तौर पर उनसे कहा हुआ बात है। അവയിൽ ഒരു അപ്പീല് उसमें से एक जो है യേശുവിനോട് ഡയറക്റ്റ് ആയി പറഞ്ഞതുമാണ്. यीशु मसीह से सीधी तौर पर कही हुई बात है। 4 പുരോഹിതൻ മഹാപുരോഹിതനോട് പറഞ്ഞു. 4 बातें महायाजक को कहा, ഒരെണ്ണം ഡയറക്ട്ലി യേശുവിനോട് പറഞ്ഞു. एक सीधी तौर पर यीशु मसीह से कहा। വചനത്തിലേക്ക് വരാം. वापिस आए ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം मत्ती रचित सुसमाचार 27 അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 27 अध्याय के 22वीं आयत से पढ़ेंगे। Yes. पिलातुस ने उनसे पूछा, फिर यीशु को जो मसीह कहलाता है क्या करूं? Amen. सब ने उससे कहा, वो क्रूस पर चढ़ाया जाए। അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. यह यूं लिखा हुआ है, പീലാത്തോസ് അവരോട് पिलातुस ने उनसे कहा, എന്നാൽ पूछा, ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് यीशु जो मसीह है, जो मसीह कहलाता है, उसको क्या करूं करके അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. उसको क्रूस पर चढ़ाया जाए करके सब ने कह दिया। അവൻ യേശുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടുമുള്ള ബന്ധത്തിൽ यीशु मसीह के मारा जाना, गाड़ा जाना, पुनरुत्थान के बारे में അവൻ ഈ ജനത്തിന്റെ ഒന്നാമത്തെ അപേക്ഷ, पहली अपील जो लोगों की अपेक्षा, അവൻ അവന്റെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന ജനത്തോട് पिलातुस के पास जाकर लोगों से അവൻ ഇപ്രകാരം പീലാത്തോസ് ചോദിക്കുന്നു. पिलातुस पूछ रहा है, അവൻ യേശു എന്ന് പറയുന്ന जो मसीह कहलाने वाला, അവൻ ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യണം? इस मनुष्य को मैं क्या करूं? അവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി പറഞ്ഞു, सबने मिलकर एकजुट होकर यूं അവനെ कहा, ക്രൂശിക്കണം, उसको क्रूस पर चढ़ाया അവനെ जाए, ക്രൂശിക്കണം, उसको क्रूस पर चढ़ाया जाए, ക്രൂസിഫൈ ഹിം. क्रूस पर चढ़ाया जाए। ഞങ്ങൾക്കിനിയും അവനെ വേണ്ട, हमें आइंदा उसको नहीं അവനെ चाहिए, ക്രൂശിക്കണം. हमें उसको क्रूस पर चढ़ाया നോട്ട് जाए। ചെയ്യുന്നവർ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടു. हमें लिखने वाला, नोट करने वाला यूं लिखो, ഒന്നാമത്തെ അപേക്ഷ पहला अपेक्षा യേശുവിനെ ക്രൂശിക്കണം. यीशु को क्रूस पर चढ़ाया നിങ്ങൾ അവിടെ जाए। ഒന്ന് നിന്നിട്ടൊന്ന് ചോദിച്ചേ, हमें एक क्षण रुक कर सवाल करें, എന്ത് ദോഷമാണ് യേശു ചെയ്തത്? क्या गुनाह किया यीशु ने? എന്ത് അപരാധമാണ് യേശു ഇവരോട് ചെയ്തത്? क्या अधर्म किया यीशु ने? എന്ത് കഠിന പ്രവൃത്തിയാണ് യേശു ഇവരോട് ചെയ്തത്? क्या कठोर काम प्रभु ने किया? യേശു ഇവർക്ക് ആരാണ്? यीशु मसीह जो अपेक्षा करने वालों के प्रति क्या है? ഇന്ന് രാവിലെ നാം ശ്രദ്ധിക്കുവാനിടയായി. हमें दिन के वक्त हमने इस बात की അവൻ चर्चा ശൗല് किया। ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അത്. हमें शाऊल ने ऐसा सवाल किया, നീ ആരാകുന്നു കർത്താവേ? ओ हे प्रभु तू कौन है? നീ ആരാകുന്നു കർത്താവേ? तू कौन है प्रभु? ആമേൻ. ഈ ശിഷ്യന്മാർ അന്യോന്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ये चेले लोग आपस में सवाल किया, അവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. हमें हवा और समुद्र एकजुट होकर इसका आज्ञाकारी बन गया। ഇവൻ ആര്? हे ये कौन है? നോക്കിക്കേ, ആ യേശുവിനെ उस यीशु को കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ कुछ दिन के बाद അവൻ ഇവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. एकजुट होकर कह रहा है, അവനെ ഞങ്ങൾക്ക് വേണ്ട, उसको हमें नहीं അവനെ चाहिए, ക്രൂശിക്കണം. उसको क्रूस पर चढ़ाया ആരെ जाए। ക്രൂശിക്കണം? हमें किससे क्रूस पर चढ़ाया जाए? ഇന്നലെ വരെ ഇവരുടെ അവൻ വിഷയങ്ങൾക്ക് പരിഹാരം കൊടുത്തവനെ, कल तक आपने तमाम समस्याओं को हल करने वाला, ഇന്നലെ വരെ ഇവരെ സൗഖ്യമാക്കിയവനെ, कल तक तमाम बीमारियों को चंगाई करने वाला, ഇന്നലെ വരെ ഇവരുടെ മരിച്ചവരെ തിരിച്ചു കൊടുത്തവനെ, कल तक इनके बीच में मरे हुओं को जिलाने वाला, അവരാൽ പരിഹരിക്കുവാൻ കഴിയാത്ത സകല പ്രശ്നങ്ങളും അവന്റെ അടുക്കൽ വന്നപ്പോൾ പരിഹരിച്ചു കൊടുത്തവനെ, हमें उनके द्वारा जिसका हल नहीं निकाल पा रहा था, उन तमाम विषय का समस्या का हल निकाल कर दिया हुआ, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ हवा थम जाए, समुद्र रुक जाए कर कहने वाले, കാറ്റും കടലും കൂടെ അവന്റെ വാക്കിനെ അനുസരിച്ചുവെങ്കിൽ हवा और समुद्र एक समान उसकी आज्ञाकारी बना। ഇന്നിതാ പുരുഷാരം പറയുകയാണ്, भीड़ आज यहाँ पर भीड़ यूं कह रहा है, ഞങ്ങൾക്കിനിയും അവനെ വേണ്ട. हमें आइंदा इसको नहीं ഇന്ന് चाहिए। രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, आज रात को मुझे सुनने वाले प्यारे हजीजों, യേശുവിനോടുള്ള നിങ്ങളുടെ മനോഭാവം ഇന്ന് രാത്രിയിൽ എന്താണ്? यीशु मसीह के प्रति आपका Amen. हमें प्रतिक्रिया कैसा ഒരു है? കൂട്ടം പുരുഷാരം പറയുന്നു, एक झुंड इस प्रकार कह रहा ഒരു है, കൂട്ടം പുരുഷാരം പീലാത്തോസിനോട് ആവശ്യപ്പെടുകയാണ്, हमें एक भीड़
तुझसे युग मांग रहा है, ഞങ്ങൾക്ക് അവനെ വേണ്ട, हमें नहीं चाहिए वो, ഞങ്ങൾക്ക് അവനെ വേണ്ട. हमको उसे नहीं चाहिए. ആമേൻ. ആരാണ് ഈ യേശു? कौन है ये यीशु? യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്. यूहन्ना यूं कह रहा है, യോഹന്നാൻ 1:1 यूहन्ना पहली अध्याय इसकी पहली आयत, ആദിയിൽ വചനമുണ്ടായിരുന്നു, आदि में वचन था, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, वचन परमेश्वर के साथ था, വചനം ദൈവമായിരുന്നു. वचन परमेश्वर ही था. ശ്രദ്ധിച്ചേ, हमें ध्यान दे, ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, आदि में वचन था, വചനം ദൈവമായിരുന്നു, वचन परमेश्वर ही था, ആ ദൈവത്തോടു കൂടെ ഈ വചനമുണ്ടായിരുന്നു. वचन परमेश्वर के साथ था. ആമേൻ. എന്നിട്ട് അതിന്റെ അനന്തര ഭാഗങ്ങൾ ഇങ്ങനെ अगली രേഖപ്പെടുത്തിയിരിക്കുന്നത്, बात इस प्रकार कह रहा है, ആ വചനം ജഡമായി തീർന്നു, वो वचन जो है देह रूप ആ देह धारण വചനം किया, ജഡമായി തീർന്നു. वो वचन देह धारण ആമേൻ. किया, നോക്കിക്കേ, വചനം ജഡമായി തീർന്നു, वो वचन देह धारण किया, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. अनुग्रह और सच्चाई के भरपूर होकर हमारे बीच में रहा. ആമേൻ. അവന്റെ ആ വചനത്തിന്റെ പേരാണ് യേശു. उस ആമേൻ. वचन का नाम है प्रभु यीशु നോക്കിക്കേ, मसीह. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, आदि में जो वचन था, ദൈവത്തോട് കൂടെയായിരുന്ന വചനം, परमेश्वर के साथ रहने वाला वचन, ദൈവമായിരുന്ന വചനം, सचमुच परमेश्वर था ही वो वचन, മനുഷ്യരൂപമെടുത്തുകൊണ്ട് देह धारण कर करे. ആമേൻ. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, पौलुस यूं कह रहा है, അവൻ ദൈവത്തോട് കൂടെ ഇരിക്കെ वो परमेश्वर के साथ होने के बावजूद ദൈവത്തോടുള്ള അവൻ സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ परमेश्वर के आमेन हाले बराबरी को अपना थामे बिना, ദേശത്തിൽ മനുഷ്യനായി आमेन हालेलुया देह धारण कर करे അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. इस पृथ्वी पर उतर आया. അവിടം കൊണ്ടും യോഹന്നാൻ നിർത്തുന്നില്ല. यूहन्ना वहां समाप्त नहीं कर रहा है. അവൻ അഞ്ചാമത്തെ ഗോസ്പൽ എന്നറിയപ്പെടുന്ന पांचवी सुसमाचार कर कर कहलाने वाला അവൻ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ यूहन्ना की पत्री में जब हम आते हैं, യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, यूं लिख रहा है, ആ വചനത്തെ ഞങ്ങൾ കണ്ടു. उस वचन को हमने देखा. ഇന്ന് രാത്രി എത്ര പേർ ഈ ദൂത് മനസ്സിലാക്കുന്നു? कितने लोग इस संदेश को समझ रहा है? ആദിയിൽ ഉണ്ടായിരുന്ന വചനം, आदि में जो वचन था, ദൈവത്തോട് കൂടെയായിരുന്ന വചനം, परमेश्वर के संग रहने वाला वचन, ദൈവമായിരുന്ന വചനം, परमेश्वर था ही वो वचन, വചനം ജഡമെടുത്ത് അവരുടെ ഇടയിൽ പാർത്ത वो വചനം. देह धारण करते हुए बीच में संसार में रहने वाला वचन. യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, यूहन्ना यूं कह रहा ആ है, വചനത്തെ ഞങ്ങൾ കണ്ടു, उस वचन को हमने देखा, ആ വചനത്തെ ഞങ്ങൾ ശ്രദ്ധിച്ചു, उस वचन की ओर हमने ध्यान लगाया, ആ വചനം ഞങ്ങളോട് वो സംസാരിച്ചു, वचन हमसे बातें की, ആ വചനം ഞങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചു. वो वचन हमारे बीच में मंडरा रहा ഇന്ന് था. രാത്രി ആ വചനം ഇതിന്റെ ഇടയിൽ കൂടെ वो സഞ്ചരിക്കുകയാണ്. वचन आज यहाँ पर हमारे बीच में मंडरा रहा है. ആമേൻ. ആ വചനം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ वो ഇടപെടുകയാണ്. वचन आपके समस्याओं को हल करने वाला है. ഇന്ന് രാത്രി എത്ര പേർ ആ വചനത്തെ ഗ്രഹിക്കുന്നു? कितने लोग उस वचन को ग्रहण कर रहा ഇന്ന് है? രാത്രി എത്ര പേർ ആ വചനത്തിന്റെ ശബ്ദം കേൾക്കുന്നു? कितने लोग उस ഓ वचन को सुन रहा है? ഇന്ന് രാത്രി എത്ര പേർ ആ വചനത്തിന്റെ മഹിമ കാണുന്നു? उस वचन की महिमा Yes. कितने लोग देख रहा है? യോഹന്നാൻ പറയുകയാണ്, यूहन्ना कह रहा ആ है, വചനം ഞങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചു, वो वचन हमारे बीच में से गुजरा, ഞങ്ങളുടെ പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞു, हमें हमारे समस्याओं को छू लिया, ഞങ്ങളുടെ പ്രശ്നങ്ങളെ അറിഞ്ഞു, हमारे समस्याओं को जान ഞങ്ങളുടെ लिया, രോഗങ്ങളെ അറിഞ്ഞു, बीमारियों को जान ഞങ്ങളുടെ लिया, മാനസിക വ്യഥകളെ അറിഞ്ഞു, हमारे मानसिक पीड़ाओं को जान लिया, ഞങ്ങളുടെ വിശപ്പിനെ അവൻ അറിഞ്ഞു, हमारी भूख को वो जान लिया, ഞങ്ങളുടെ രോഗത്തിന്റെ കാഠിന്യതയെ അവൻ അറിഞ്ഞു. हमारी बीमारी की गहराई को वो जान അവൻ लिया, ഞങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചു. वो हमारे बीच में से घूमता रहा फिरता ഇന്ന് रहा. രാത്രി അവൻ നമ്മുടെ ഇടയിൽ കൂടെ आज സഞ്ചരിക്കുകയാണ്. रात को वो प्रभु हमारे Yes. बीच में है. ഇന്ന് രാത്രി ഗുരു ഇവിടെ വന്നിട്ടുണ്ട്. आमीन. आज रात को वही प्रभु यहाँ पर आ चुके എത്ര हैं. പേർ ഇന്ന് രാത്രി അവന്റെ ശബ്ദം ശ്രവിക്കും? कितने लोग उसकी वचन हमें वाणी को सुनना चाहते हैं? അവൻ ചോദിക്കുന്നു, what shall I do for you? हमें वो सवाल कर रहा है, मैं आपके लिए क्या करूं? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? मैं तुम्हारे लिए क्या करूं? ഇന്ന് രാത്രി അവനോട് പ്രതികരിക്കുവാൻ തുടങ്ങ്. हमें आज रात को उससे प्रतिक्रिया करने कर शुरू करो, അവനോടൊന്ന് സംസാരിക്കുവാൻ തുടങ്ങ്. उससे बातें करना शुरू करो. അവനോട് സംസാരിച്ചാൽ हमें उससे यदि बातें करे, ഇന്ന് രാത്രി അവൻ നിന്നോട് वो സംസാരിക്കും. पलट कर तुमसे भी बातें करेंगे. അവന്റെ ശബ്ദത്തിനായി ഈ രാത്രി ഒന്ന് കാതുകൂർപ്പിച്ചേ. हमें अपने कान को उसकी वाणी की ओर लगाए. അങ്ങനെ സാക്ഷാൽ വചനമായവൻ वैसे ही सचमुच जिसने देह धारण അവൻ किया, ഞങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചവൻ, हमारे बीच में से गुजरने वाला, ആമേൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നവൻ, हमारे समस्याओं को हल करने वाला,
ഇപ്പോൾ അവർ പറയുന്നു आमेन, अभी वही लोग कह रहा है ക്രൂസിഫൈ ഹിം, उसको क्रूस पर चढ़ाया जाए, അവനെ ക്രൂശിക്ക്, उसको क्रूस पर चढ़ाया അവനെ जाए, ക്രൂശിക്ക്. क्रूस पर चढ़ाया जाए. പകരം ആരെ വേണം? हमें उसके बदले में कौन चाहिए? ബറബ്ബാസിനെ വേണം. बरब्बास को हमें दे दो. ആരാണിവർ? कौन है ये लोग? അവൻ ആരാണ്? कौन है बरब्बा? അവൻ സാമൂഹ്യ ദ്രോഹി, हमें समाज को नुकसान पहुंचाने അവൻ वाला, മനുഷ്യരെ ദ്രോഹിക്കുന്നവർ, हमें लोगों को तंग करने वाला, കുലപാതകനായവൻ, हमें हालेलुया, हमें हत्या करने അവൻ वाला, പരമ കള്ളനായവൻ. हमें Amen. हालेलुया, एकदम चोर, നോക്കിക്കേ, നീതിമാനായവനെ തിരസ്കരിച്ചിട്ട് धार्मिक व्यक्ति को इनकार करते हुए ഈ സമൂഹം വിളിച്ചു പറയുന്നു, ये समाज, ये भीड़ पुकार ഞങ്ങൾക്ക് करके रहा യേശുവിനെ है. വേണ്ട. हमें यीशु नहीं चाहिए, നിന്നെ സൗഖ്യമാക്കിയവൻ, हमें चंगाई देने वाला, മരിച്ചവരെ നിനക്ക് തിരികെ തന്നവൻ, मरे हुओं को जिलाने वाला, നിങ്ങളുടെ ഇടയിൽ കൂടെ तुम्हारे സഞ്ചരിച്ചവൻ. बीच में मिंडराने वाला. അവൻ ഇവർ പറയുകയാണ്, आमेन, वे ही लोग कह रहा ഒന്നാമത്തെ है, അപ്പീൽ ക്രൂസിഫൈ ഹിം, पहला अपेक्षा क्रूस पर चढ़ाया जाए. യേശുവിനെ ക്രൂശിക്കണം. हमें यीशु को क्रूस पर ഇന്ന് चढ़ाया जाए. രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, आज रात को मेरे प्यारे अजीजों, മാനവജാതി എത്ര നന്മ ചെയ്താലും हमें ഓ, तमाम मानव जातियों के लिए कितना भी भलाई അവൻ करे, അവനെ ക്രൂശിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ജനം, हमें उसको क्रूस पर चढ़ाने की अपेक्षा करने वाले एक झुंड है. ഇന്ന് രാത്രി നിന്നെ ക്രൂശിക്കുവാൻ അമേൻ സ്തോത്രം ആഗ്രഹിച്ച ഒരു കൂട്ടം സമൂഹം, हमें हालेलुया, तुम्हें क्रूस पर चढ़ाने की चाहत रखने वाले एक झुंड है. നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു സമൂഹം, तुम्हें नाश करने की चाहत रखने वाला एक झुंड ഇന്നും है. അവന്റെ സന്നിധിയിൽ ജീവനോടെ നിർത്തിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? आज भी उन झुंड के बीच में तुम्हें जिंदा रखने के पीछे प्रभु ने जो कार्य किया उसके प्रति प्रभु को धन्यवाद ദേ, करें. ഇവിടെ പറയുകയാണ്, യേശുവിനെ ക്രൂശിക്കണം, यीशु को क्रूस पर चढ़ाया जाए. യേശുവിനെ ക്രൂശിക്കണം. यीशु को क्रूस पर चढ़ाया ഞങ്ങൾ जाए. വേഗത്തിൽ ഓടിപ്പോകട്ടെ. मैं आगे बढ़ना चाहता हूँ. രണ്ടാമത്തെ അപ്പീൽ, दूसरी अपेक्षा, ആമേൻ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം यूहन्ना रचित सुसमाचार 19 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, 19 अध्याय और 20 മുതൽ 22 വരെയുള്ള വാക്യം. 20 से 22 तक ये दोष पत्र बहुत से यहूदियों ने पढ़ा, क्योंकि वे स्थान जहां यीशु क्रूस पर चढ़ाया गया था, Yes. नगर के पास था, और पत्र इब्रानी और लतीनी और यूनानी में लिखा हुआ था. तब यहूदियों की प्रधान याजकों ने पिलातुस से कहा, यहूदियों का राजा मत लिख, परंतु ये कि उसने कहा मैं यहूदियों का राजा हूं. पिलातुस ने उत्तर दिया, मैंने जो लिख दिया वो लिख दिया. Praise God. हालेलुया. രണ്ടാമത്തെ അപ്പീൽ, दूसरी अपेक्षा, ഈ വചനത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? वचन में से आप क्या समझ पा रहा है? ആമേൻ. आमेन, हालेलुया. യേശുവിനോടുള്ള ബന്ധത്തിൽ, यीशु मसीह के संबंध में, അവന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ क्रूसीकरण के संबंध में പീലാത്തോസിന്റെ അടുക്കൽ ഈ ജനം രണ്ടാമത്തെ അപ്പീലുമായി ചൊല്ലുന്നു. पिलातुस के पास ये भीड़ झुंड जो दूसरी अपेक्षा लेकर पहुंच रहा है. ഒന്നാമത്തെ അപ്പീൽ അവർ സാധിച്ചെടുത്തു. पहले अपेक्षा वो हासिल कर लिया. യേശുവിനെ ക്രൂശിക്കേണ്ടതിനായി അവനെ വിട്ടുകൊടുത്തു. यीशु मसीह को क्रूस पर चढ़ाने के लिए छोड़ दिया. ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. यहाँ पर दूसरी अपेक्षा यूं लिखा है, ആമേൻ. നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. आमेन. यहाँ पर लिखा गया ये यहूदियों का राजा कर कर लिख लिया. ആമേൻ. ഒരു മേലെഴുത്തെഴുതി ആമേൻ ആ ക്രൂശിന്റെ മുകളിൽ പതിപ്പിച്ചു. आमेन. आप क्रूस पर चढ़ाए गए, क्रूस के ऊपर उस स्थान पर, यीशु के क्रूस के ऊपर के स्थान पर यूं ही लिख कर आमेन पोस्ट कर दिया. എഴുതിയിരിക്കുന്ന മേലെഴുത്ത് ഇങ്ങനെയാണ്, यूं ही लिखा हुआ था, യേശു യഹൂദന്മാരുടെ രാജാവ്. यीशु यहूदियों का राजा. നിങ്ങൾ എന്നോട് കൂടെയുണ്ടോ? आप मेरे साथ हैं. ഞാൻ രാവിലെ തന്നെ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സെമിത്തേരിയിലല്ല നിൽക്കുന്നതെന്ന്. सुबह मैंने कहा मैं कब्रिस्तान पर नहीं खड़ा, ജീവനുള്ള ഒരു കൂട്ടം ദൈവമക്കളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. मैं जिंदा लोगों के बीच में मैं खड़ा हूँ. പ്രതികരിക്കാൻ പ്രതികരണശേഷിയുള്ള ഒരു കൂട്ടം ദൈവജനത്തിന്റെ നടുവിൽ. हमें प्रतिक्रिया करने वाले लोगों के बीच में मैं खड़ा हूँ. വചനത്തെ ശ്രദ്ധിച്ചു കൊള്ളണം. हमें वचन की ओर कान लगाए, ध्यान വചനം लगाए. അന്തരാത്മാവിൽ ക്രിയ ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രതികരിച്ചു കൊള്ളണം. हमें वचन जब भीतर कार्य करने लगते हैं तो प्रतिक्रिया में बने रहे. രണ്ടാമത്തെ അപ്പീൽ ഇതാണ്, दूसरी अपेक्षा यही है, യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന यीशु मसीह के क्रूस के ऊपर लिखे हुए ആ മേലെഴുത്തു മാറ്റണം. उस पत्र को हटा देना है. നിങ്ങൾക്ക് വിഷയം പിടികിട്ടിയോ? आमेन. आपको समझ आया? യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന यीशु मसीह के क्रूस के ऊपर लिखा हुआ उस दोष ആ पत्र, മേലെഴുത്തു മാറ്റണം. उस दोष पत्र को हटाना है. ആമേൻ. 3 വിധ ഭാഷകളിൽ ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. 3 अलग
अलग अलग भाषाओं में ये लिखा हुआ है। ആമേൻ. ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. यूं पढ़ा है यहाँ पर, യേശുവിനെ ക്രൂശിച്ച സ്ഥലം यीशु मसीह को जहाँ क्रूस पर चढ़ाया गया उस ആമേൻ स्थान, നഗരത്തിന് वो സമീപമാകിയാൽ नगर के पास था। അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. कई यहूदियों ने इस दोष पत्र को पढ़ लिया। ഏത് മേലെഴുത്ത്? हमें कौन सा दोष पत्र, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? क्या उस पत्र में लिखा है? യേശു യഹൂദന്മാരുടെ രാജാവ്. यीशु नासरी यहूदियों का അല്ലയോ राजा। യഹൂദ സമൂഹമേ, हे यहूदी, എന്താണ് നിങ്ങൾക്ക് ഈ എഴുത്തുമായിട്ടുള്ള പ്രശ്നം ഇത്ര? तुम्हें क्या ऐतराज है इस पत्री से? ആമേൻ. അവര് പറയും, यहूदी यूं बताएंगे, യേശു ജനിച്ച കാലം മുതൽ ഞങ്ങൾക്ക് ഈ എഴുത്താണ് പ്രശ്നം. हमें यीशु मसीह जब से इस धरती पर जन्मा है तब से हमें इस पत्री से हमें बैर रखते हैं। ആമേൻ. നമുക്കറിയാം യേശുവിന്റെ ജനനം പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ यीशु मसीह का जन्म के बारे में जब घोषणा हुआ, ആമേൻ വിദ്വാൻമാർ ഹെരോദാവിന്റെ അടി കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാ. हमें शास्त्री लोग हमें राजा के महल में जा रहा है। ആമേൻ. അവിടെ കടന്നു ചെന്നിട്ട് वहां पहुंचकर അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. एक सवाल कर रहा है, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? यहूदा के राजा के नाये जन्म लिए हुए वो कहाँ है? നിങ്ങൾ ശ്രദ്ധിക്കണം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? हमें जन्म से ही वो राजा के रूप में जिसने जन्म लिया वो कहाँ है? ആമേൻ. ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ये किससे सवाल कर रहा है? ആമേൻ. യഹൂദന്മാരുടെ രാജാവായി രാജകസേരയിൽ ഇരുന്ന് വാഴുന്ന അരുളുന്നവനോട് ചോദിക്കുകയാ. हमें यहूदा के राजा के लायक हमें कुर्सी में प्रभुता करने वाला, राज्य शासन करने वाला व्यक्ति से है ये सवाल। യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? यहूदियों के राजा के लायक जन्म लिए हुए वो कहाँ പക്ഷേ है? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. दोनों में अंदर है। ആമേൻ. ഒരുവനെ മനുഷ്യൻ രാജാവാക്കി വാഴിച്ചിരുത്തിയിരിക്കുമ്പോൾ हमें एक को मनुष्य के द्वारा राजा के तौर पर नियुक्त कर कर बिठाया, അവന്റെ മുൻപിൽ ചെന്നിട്ട് ഇവർ ചോദിക്കുകയാണ്, उसके सामने जाकर ये भीड़ पूछ അവൻ रहा है, മനുഷ്യൻ വാഴിച്ച ഒരു രാജാവിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. Yes. मनुष्य के द्वारा चुने हुए नियुक्त किए हुए एक राजा नहीं, രാജാവായി പിറന്ന ഒരുവനുണ്ട്. जन्म से ही राजा അവൻ होकर जन्मा എവിടെയാണ്? है। അവൻ എവിടെയാണ്? वो बच्चा कहाँ है? ഈ ചോദ്യം കേട്ട് കഴിയുമ്പോൾ ये सवाल सुनते ही ഹെരോദാവിന്റെ മുട്ടു വിറയ്ക്കാൻ തുടങ്ങി. आमेन, हेरोदा कांपने लग गया। അവൻ ഞാൻ ഒഴികെ ആരാണ് ഇവിടുത്തെ രാജാവ്? मेरे सिवा कौन है यहूदियों का राजा? അന്ന് അവൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. उस एक आज्ञा का हमें घोषणा किया, 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണം. 2 साल के नीचे के हमें नाले बालकों को, लड़कों को सबको खत्म किया അന്നു जाए। മുതൽ പ്രശ്നം ഉദിച്ചതാണ്. उस दिन से ये बैरी शुरू हुआ ഇത് है। ഇവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ये हजम नहीं हो रहा है। എന്ത് യഹൂദന്മാരുടെ രാജാവ് യേശു എന്ന് പറയുന്നത്? यहूदियों का राजा यीशु मसीह करके कहते सुनते हैं तो हमें हजम नहीं होता। യേശുവിനെ ക്രൂശിച്ച ക്രൂശിന്റെ മുകളിലും ഇതാ എഴുതി വെച്ചിരിക്കുന്നു. यीशु मसीह को चढ़ाए हुए उस क्रूस के ऊपर भी ये दोष पत्र लगा അവൻ दिया। റോമ യവന ആമേൻ ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. इब्रानी, यहूदी, लतीनी भाषा में लिखा हुआ അവൻ है। എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്നു. इब्रानी, लतीनी और यूनानी भाषा में लिखा हुआ है। യേശു യഹൂദന്മാരുടെ രാജാവ്. यीशु मसीह यहूदियों का राजा है। അപ്പോൾ ഇവരുടെ പ്രശ്നം ഇങ്ങനെയാണ്. इनका प्रश्न, इनका समस्या यूं ഇതിനൊരു है, ചെറിയ വ്യത്യാസം വരുത്തണം. छोटा सा इसमें फेर बदल करना है। അവൻ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതണം. आमेन, यूं मत लिखो यीशु नासरी यहूदियों का राजा है, बल्कि यूं लिखो यीशु मसीह ने कहा था कि मैं यहूदियों का राजा, यूं लिखो। രണ്ടും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? दोनों में अंदर है या വ്യത്യാസം വല്ലതും ഉണ്ടോ? अंदर समझ आए आपको? ആമേൻ. ഒന്നെഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, एक यूं लिखा है യേശു യഹൂദന്മാരുടെ രാജാവ്. यीशु नासरी यहूदियों का राजा, അതിനൊരു മാറ്റവുമില്ല. कोई फेर बदल नहीं। ഇവരുടെ ആവശ്യം इनकी मांग ഇതിനൊരു അല്പം ഓൾട്ടറേഷൻ വരുത്തണം. थोड़ा सा फेर बदल करना ഒരു है, ചെറിയ വ്യത്യാസം വരുത്തണം. छोटी सी फेर बदल। അതൊക്കെ അവിടെ ഇരുന്നോട്ട് वो पत्री तो रहने दो वहां, എന്നവൻ പറഞ്ഞു എന്നൊന്ന് എഴുതണം. हमें उसके अंदर यूं जोड़ दो कि यहूदियों का राजा है करके उसने कहा था। പീലാത്തോസ് പറഞ്ഞു, पिलातुस ने कहा ഞാൻ എഴുതി मैंने जो लिख दिया, ഇനി അത് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. मैं उसको बदलना नहीं चाहता। ഇന്ന് രാത്രി ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ इस संदेश से जुड़े हुए ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗം എന്ന് പറയുന്നത്, प्रभु के दास को प्रभु ने यूं नियुक्त किया कि आपको उस संदेश को हैंड നീ ओवर करें। ആയിരിക്കുന്ന മണ്ഡലത്തിൽ എത്ര പ്രാവശ്യം നിന്റെ പേര്
പേരും മാറ്റിക്കളയാൻ ശത്രു ശ്രമിച്ചു. हमें जिस स्थान पर तुम है आज उस स्थान से तुम्हारा नाम को मिटाने के लिए कई दफा शैतान ने നിന്റെ कोशिश സമൂഹത്തിന്റെ നടുവിൽ, हमें समाज के बीच में, കുടുംബത്തിന്റെ നടുവിൽ, हमें परिवार के बीच അവൻ में, ജോലി ചെയ്യുന്നവരുടെ നടുവിൽ, हमें जहाँ आप कार्य करते हैं वहाँ पर, ആരാധിക്കുന്ന ദൈവസഭയുടെ നടുവിൽ നിന്ന്, हमें कलीसिया के बीच ആമേൻ, में, ആമേൻ, കരം തരുന്ന ദൈവമക്കളുടെ കൂട്ടത്തിൽ हमें നിന്ന് हाथ मिलाने वाले ആമേൻ, लोगों के बीच നിന്റെ में, പേര് മായിച്ചു കളയുവാൻ, हमें नाम मिटाने की, നിന്റെ പേര് മായിച്ചു കളയുവാൻ नाम को मिटाने की, എത്ര വട്ടം പിശാചു വട്ടം കൂട്ടി. हमें शैतान ने कितने बार എന്നാൽ षड्यंत्र ഇന്ന് रचे। രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. हमें आज रात को प्रभु को आमेन। धन्यवाद करे। അവൻ എഴുതി വെച്ച ഒരു മേലെഴുത്തുണ്ട്. हमें एक दोष पत्र ആ लिख दिया था। മേലെഴുത്തിന് മാറ്റം വരാതെ हमें Yes. उस दोष पत्र को कोई फेर बदल ഇന്നും नहीं। നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവ്. आज भी Yes. तेरे रखवाले करने वाला प्रभु, ഇന്ന് രാത്രി ആ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ उस प्रभु को आज കഴിയുമോ? रात कितने लोग അവൻ महिमा നിന്റെ देंगे। പേരെടുത്ത് കളയുവാൻ ശ്രമിച്ചപ്പോൾ, तेरे नाम को मिटाने की जब कोशिश की നിന്നെ है, സമൂഹത്തിൽ അപവാദം പറഞ്ഞ് നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ, तेरे खिलाफ हमें बातें कहकर तेरे नाम को अपमान करने की നിന്റെ कोशिश की, സൽപ്പേര് മാറ്റുവാൻ ശ്രമിച്ചപ്പോൾ, तेरे Yes. नाम को बदनाम में बदलने की कोशिश की। അനുവാദം കൊടുക്കാതെ ഇരുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. अनुमति नहीं देने वाला स्वर्ग में विराजमान അവൻ है। ശിമോനെ, ശിമോനെ, ए सिमोन, शिमोन, ഗോതമ്പ് നിന്നെ പാറ്റിക്കളയുന്നത് പോലെ हमें गेहूं को जैसे तह जाता है, ശത്രു എത്ര വട്ടം നിന്നെ പാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. कितने बार शत्रु ने मुझसे अनुमति मांगा, तुझे भी ഞാനോ परखा जाए। അനുവാദം കൊടുത്തില്ല. मैंने भी तुझे परखने की अनुमति ഇന്ന് नहीं പകലിൽ दिया। എത്ര പേർക്ക് ഇന്ന് രാത്രി പറയുവാൻ കഴിയും? कितने लोग कह सकता है, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. मैं जो खड़ा हूँ वो प्रभु के अनुग्रह के അവൻ फलस्वरूप, അവൻ എന്നെ ഉള്ളംകരത്തിൽ വഹിക്കുന്നതിനാൽ वो अपने हाथों हथेलियों में मुझे थाम रखा എന്റെ है। പേര് സമൂഹത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ, मेरे नाम समाज से मिटाए बिना, എന്റെ പേര് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് മായ്ച്ചു കളയാതെ, हमें दोस्तों के बीच में से मेरे नाम को मिटाए बिना, അവൻ അതിനെ നിലനിർത്തിയിരിക്കുന്ന ഒരു ദൈവം. उसको बरकरार रखने वाला परमेश्वर, ഇന്ന് രാത്രി ആ കർത്താവിന് കരമുയർത്തി സ്തോത്രം अपने ചെയ്യുവാൻ हाथ കഴിയുമോ? उठाकर उस प्रभु को धन्यवाद करो। രണ്ടാമത്തെ അപ്പീൽ ഇതാണ്. രണ്ടാമത്തെ അപ്പീൽ ഇതാണ്. दूसरी अपेक्षा यूं था, മേലെഴുത്തും മാറ്റണം. हमें जो दोष पत्र लिखा है, ആമേൻ. पत्र में फेर ക്രൂശിന്റെ बदल, മുകളിൽ എഴുതിയിരിക്കുന്ന മേലെഴുത്തും മാറ്റണം. क्रूस के ऊपर लगाए हुए उस दोष पत्र में फेर बदल करे। ആമേൻ. മൂന്നാമത്തെ അപ്പീലിലേക്ക് വരികയാണ്. तीसरी अपेक्षा की ओर आए। യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം यूहन्ना रचित सुसमाचार 19 अध्याय 31 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 31 से पढ़ेंगे। Yes, वेगम। इसलिए कि वे तैयारी का दिन था, यहूदियों ने पिलातुस से विनती की कि उनकी टांगे तोड़ दी जाए और वे उतारे जाए, ताकि सब्त के दिन वे क्रूसों पर न रहें, क्योंकि वे सब्त का दिन बड़ा दिन था। 31 വാക്യം ഇങ്ങനെ വായിക്കുന്നു. 31 यूं पढ़ रहा है, അന്ന് ഒരുക്കനാളും हमें वे तैयारी का दिन में, ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് वे सब्त का दिन बड़ा दिन था। ആമേൻ. ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിപ്പിച്ചെടുക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് हमें അപേക്ഷിച്ചു. सब्त के दिन पावेन आने लिए बड़ा दिन क्रूस पर लाश को रखना ठीक नहीं है, इसलिए उसके टांग को तोड़ दिया जाए कर अपेक्षा मांगा। നമുക്കറിയാം യേശുവിനോട് കൂടെ രണ്ടുപേരെ കൂടെ ആമേൻ ആ ഗോൽഗോത്തയിൽ കാൽവറിയിൽ ക്രൂശിപ്പാനിടയായി. हमें कालवरी पर हमें मालूम है यीशु मसीह का क्रूस की अगल बगल में दाएं बाएं 2 और व्यक्तियों को क्रूस पर चढ़ाया गया। ആമേൻ. വേറെ രണ്ടുപേരൂടെ ഉണ്ട്. हमें 2 और लोग थे। ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. यहाँ पर इस प्रकार लिखा है, അന്നത്തെ ശബത്ത് വലിയതാകയാൽ वो सब्त का दिन बड़ा दिन था। ആമേൻ. ശബത്ത് ദിവസം सब्त का दिन ശരീരങ്ങൾ ക്രൂശിൽ കിടക്കുന്നത് അവർക്ക് അത് അനുവദനീയമല്ല. हमें सब्त का दिन जो है, हमें उनका मनुष्य का लाश क्रूस पर रखना उचित नहीं है। അതുകൊണ്ട് അവർ മരിച്ചിട്ടില്ല എന്ന് हमें वो मरा नहीं है कर ആമേൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ हमें वो लाश में बदला नहीं है, वो जिंदा है അവരുടെ समझकर അസ്ഥികളെ ഒടിച്ച് हमें उसकी टांगों को हड्डियों को तोड़कर അവരെ കൊന്നുകളയണം. उसको टांग तोड़कर हमें उसको मार दिया ഇത് जाए। അവരുടെ ഒരു ആവശ്യമാണ്. ये उनकी अपेक्षा थी। മൂന്നാമത്തെ അപേക്ഷ ഇതാണ്. तीसरी अपेक्षा ये था, ആമേൻ. ഒന്നിച്ച് 3 പേരുടെയും കൂടെ हमें तीनों के साथ കാല് തല്ലി ഒടിക്കാം. हमें टांगों को तोड़ दिया जाए, അസ്ഥി ഒടിച്ച് കളയണം. हमें हड्डियों को तोड़ दें। ഒന്നാമത്തെ അപ്പീൽ पहला अपेक्षा എന്ന് പറഞ്ഞേ क्या था, बोलिए। എന്തോ
യേശുവിനെ ക്രൂശിക്കണം. उसको क्रूस पर चढ़ाया जाए. രണ്ടാമത്തെ അപ്പീല് दूसरी अपेक्षा, മറന്നുപോകരുത്, മേലെഴുത്തു മാറ്റണം. दोष पत्र में फेरबदल करें. മൂന്നാമത്തെ അപ്പീൽ तीसरी अपेक्षा, ആമേൻ, അസ്ഥികളെ ഒടിച്ചു കളയണം, टांगों को तोड़ दिया जाए. കാലൊടിച്ചു കളയണം. हमें टांगों को तोड़ दिया जाए. ന്യായമായ ഒരു ആവശ്യം. आमेन. यहूदियों का आमेन एक न्याय के साथ एक जायज अपेक्षा. ആമേൻ, അധികാരി അതിന് അനുവാദം കൊടുക്കുകയാ. आमेन. अधिकारी उस अपेक्षा की आमेन अनुमति देते हैं. ന്യായമായ ഒരു അപേക്ഷ. आमेन. यहूदियों का आमेन जायज अपेक्षा है. ആമേൻ, യേശുവിന്റെ ഇവർ പടയാളികൾ പോയി. ये सैनिक लोग वहां गए. ആമേൻ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. आगे वहां पर यूं लिखा है, പീലാത്തോസിന്റെ പടയാളികൾ ചെന്നു. सैनिकों ने आकर के, ആമേൻ, ആകയാൽ പടയാളികൾ വന്ന് और सैनिकों ने आकर के ഒന്നാമത്തവന്റെയും हमें पहले मनुष्य का, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. दूसरे का भी टांग को तोड़ दिया. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. इधर ध्यान दे. ആമേൻ, 3 പേരെ ക്രൂശിച്ചിട്ടിരിക്കുകയാ. 3 को लटका रखा है. ആമേൻ, നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഒരുവനെ അപ്പുറത്തും മറ്റവനെ ഇപ്പുറത്തുമായി യേശുവിനെ മധ്യത്തിലുമായി ക്രൂശിച്ചുവെന്ന്. वचन में हम यूं पढ़ता है, यीशु मसीह को बीच में और दाएं बाएं 2 और व्यक्तियों को क्रूस पर चढ़ाया गया है. അങ്ങനെയല്ലേ എല്ലാവരുടെയും ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ऐसे ही आप सबके बाइबल में यूं ही लिखा है. അങ്ങനെയാണെങ്കിൽ 1, 2, 3 എന്നുള്ള നമ്പർ ഒന്നിട്ടേ. आमीन. यदि ऐसा है तो पहला, दूसरा, तीसरा कर कर आमीन आमीन अंक करे हैं. ഏത് സൈഡിൽ നിന്ന് വേണേലും വിട്ടോ, വലത്തുനിന്ന് വേണേലും വിട്ടോ, ഇടത്തുനിന്ന് വേണേലും വിട്ടോ. आमीन. दाएं से गिने या बाएं से गिने. ആമേൻ, 1, 2 വലത്തുനിന്ന് ഇട്ടു, 1, 2, 3. आमीन. हालेलुया. आमीन. दाएं से लिखे 1, 2, 3. ഇടത്തുനിന്ന് വിട്ടു, 1, 2, 3. बाएं से लिखा 1, 2, 3. ആമേൻ, യേശുവിന് വീണിരിക്കുന്ന നമ്പർ എത്രയാ? यीशु मसीह का नंबर कौन सा स्थान पर है? എത്രയാ? 2 नंबर. രണ്ടാമത്തെ നമ്പർ. दूसरे अंक पर. ആമേൻ, സ്തോത്രം. ആമേൻ, പീലാത്തോസിന്റെ പടയാളികൾ വളരെ കൃത്യനിഷ്ഠയുള്ളവരാ. पिलातुस के सैनिक बहुत आमीन ढंग से काम करने वाला है. നിയമത്തെ അതുപോലെ അനുസരിക്കുന്നവരാ. कानून को तोड़ने वाला नहीं. അതിനെ വളച്ചൊടിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. कानून का उल्लंघन नहीं करता. ആമേൻ, ഇവര് കാലൊടിക്കേണ്ടതിനായി പോയി. हमें टांगों को तोड़ने के लिए गया. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. वचन में यूं लिखा, അവർ ചെന്നു सैनिक लोग आके ഒന്നാമത്തവന്റെയും हमें पहले की टांग को, ആമേൻ, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. तब दूसरे के भी टांग को तोड़ दिया. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ. ध्यान दें. ഒന്നാമത്തവന്റെ കാലൊടിച്ചു. पहले का टांग को तोड़ दी. യേശു രണ്ടാമത്തെ നമ്പർ ആയിരിക്കുന്ന യേശുവിനെ സ്കിപ്പ് ചെയ്തിട്ട് आमीन. यीशु मसीह जो दूसरे अंग में उसको आमीन छोड़कर മൂന്നാമത്തവന്റെ അടുക്കിലേക്ക് പോയി. आमीन तीसरे के पास किया. അങ്ങനെയല്ലേ അച്ഛാ വാക്യത്തിന്റെ അർത്ഥം? आमीन. उसका वचन का अर्थ वैसा है. ആമേൻ, ഒന്നാമത്തവന്റെയും पहले का, അവനോടുകൂടെ ക്രൂശിച്ച മറ്റവന്റെയും കാലൊടിച്ചു. उसके साथ क्रूस पर चढ़ाए हुए दूसरे व्यक्ति के टांग तोड़ दी. എന്നിട്ട് അവർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. അങ്ങനെയാ എഴുതിയിരിക്കുന്നേ. हमें पलट कर वो यीशु के पास आया. ആമേൻ, യേശുവിന്റെ അടുക്കൽ വന്നു. यीशु के पास आ लिया. ആമേൻ, യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ यीशु के पास आने के बाद നോക്കിക്കേ, അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ वो जब उन्होंने देखा, അവൻ മരിച്ചു എന്ന് യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ हमें जब वो देखा तो वो मर चुका है कर कर जान लिया. അവന്റെ അസ്ഥി ഓടിച്ചില്ല. आमीन. उसकी टांगों को न तोड़ी. അവന്റെ കാലൊടിച്ചില്ല. उसके टांगों को न तोड़ा. ന്യായമായും ഒന്നാമത്തവന്റെ കാലൊടിച്ചിട്ട് आमीन. यदि जायज से कहे, जायज तरीके से कहे, पहले के तोड़ने के बाद രണ്ടാമത് ഒടിക്കേണ്ടത് യേശുവിന്റെ കാല. दूसरे अंक में क्रमांक पर देखा जाए तो यीशु मसीह को അവന്റെ तोड़ना. അസ്ഥിയെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. आमीन. उसकी हड्डी को तोड़ने की Praise अनुमति God. नहीं दिया. എന്താ ദൈവത്തിന്റെ ദാസനെ അതിന് കാരണമെന്ന് നിങ്ങൾ ചോദിക്കാം. आप सवाल कर सकते हैं क्या वजह है അതിന്റെ उसका? കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. उसका वजह ये है, ആമേൻ, അവന്റെ ജനനത്തിന് മുൻപേ തന്നെ, उसके जन्म होने से पहले ആമേൻ, അവന്റെ മരണത്തെ പറ്റി പ്രവചിക്കുമ്പോൾ हमें उसकी मृत्यु के बारे में भविष्यवाणी ആമേൻ, किया था. ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു. वहां पर यूं लिखा, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. उसकी हड्डियों में से एक भी नहीं टूटेंगे. അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. उसकी हड्डियों में से एक भी नहीं ഇന്ന് टूटेंगे. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവ പൈതലേ, आज रात को मैं आपको बताना चाह रहा हूं, സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ स्वर्गीय परमेश्वर की अनुमति के അവൻ बिना നിന്റെ തലയിലെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകുവാൻ ഇടയായി തീരുകയില്ല. तुम्हारे सर के एक बाल भी नहीं झड़ सकता. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചേ. विश्वास करने वाले लोग हाथ उठा के प्रभु को धन्यवाद करें. എന്റെ ദൈവം അറിയാതെ मेरे परमेश्वर के
जाने എന്റെ बिना, ദൈവത്തിന്റെ അറിവ് കൂടാതെ परमेश्वर की अनुमति के बिना എന്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. मेरे जीवन में कुछ भी नहीं घटेगा। കാരണം എന്നെ അവന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. मुझे अपने उसके हथेली में रचा है। ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. हमें हथेलियों में रचा गया है। ആമേൻ. വഹിക്കുന്നവൻ മാത്രമല്ല, हमें हथेलियों में थामने वाला ही നിന്നെ नहीं, ഉള്ളം കരത്തിൽ വരച്ചു വെച്ചിരിക്കുകയാ. हमें रच लिया है, हथेलियों में रच लिया। നമുക്ക് എല്ലാവർക്കും ജനിച്ചപ്പോൾ കിട്ടിയ ഒരു അടയാളമുണ്ട് ഈ കരത്തിൽ. हमारे सबके हथेलियों में कुछ निशाने हैं, जन्म से ही है। ആമേൻ. ജനനം കഴിഞ്ഞു, വയസ്സ് 10, 30, 40, 50, 60 ഒക്കെയായി. जन्म लेने के बाद 20 साल, 30 साल, 40 साल, 50, 60 साल हो बीत അവൻ चुका है। പല ഇന്ത്യയുടെ പല ഇടങ്ങളിൽ പോയി സഞ്ചരിച്ചു, आमीन, हालेलुया। धरती में कई जगह पर घूम लिया, പലയിടങ്ങളിൽ പാർത്തു, हमें कई जगह पर रह लिया, പല ഭക്ഷണങ്ങൾ കഴിച്ചു, कई सारे भोजन कर പല लिया, കാലാവസ്ഥകൾ അനുഭവിച്ചു, कई सारे बदलते मौसम में गुजारा, പലപ്പോഴും രോഗിയായി തീർന്നു. कई दफा बीमारी रोगी हो गया। ആമേൻ. സ്തോത്രം. എന്നാൽ लेकिन ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, आज मैं आपसे एक सवाल ഈ करना चाहता കരത്തിൽ വരച്ച വരയ്ക്ക് വ്യത്യാസം വല്ലതും വന്നോ? हूं। जन्म से आपकी हथेली में जो हमें रचा हुआ, इससे हमें हथेली को कोई फर्क पड़ा? ചിലർക്കൊക്കെ ഈ കാലാവസ്ഥ മാറുമ്പോൾ സ്കിൻ ഇളകി പോകാറുണ്ട്. हमें मौसम बदलने के समय स्किन एलर्जी होकर चमड़ा उधड़ जाता है कुछ लोगों में। അവൻ അങ്ങനെ സ്കിൻ ഇളകി പോയപ്പോ ഈ വരയൂടെ പോയിട്ട് കയ്യിൽ വരയില്ലാത്തവർ ആ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ऐसे जब स्किन उधड़ गया था तो उस समय आपके हथेली की किसी लाइन जो है, किसी रेखा भी उधड़ गया है। यदि ऐसा कोई यहाँ पर है, उखड़ गया है, वो लोग सिर्फ हाथ उठाएं। ഇല്ല नहीं कोई എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ട്. आमीन। वो रेखाएं, वो लाइन अभी भी है जो खींची हुई है। എന്താ കാര്യം? क्या वजह है? അത് കൊത്തി വെച്ചിരിക്കുക അവിടെ. आमीन। वो रचा हुआ है। ഇന്ന് രാത്രി തിരുവചനം പറയുകയാ, पवित्र शास्त्र यूं कह रहा है, എന്നെയും നിന്നെയും അവന്റെ ഉള്ളം കരത്തിൽ വരച്ചു വെച്ചിരിക്കുകയാ. आमीन, उसके हथेलियों में रच लिया है मुझे और आपको। ഏതെല്ലാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും, चाहे कैसा भी हालात बदल जाए, ഏതെല്ലാം ഗവൺമെന്റുകൾ മാറി മറിഞ്ഞാലും, हमें चाहे कोई भी सरकार आए, कोई भी सरकार गिर ഏതെല്ലാം जाए, പ്രതിസന്ധികളിൽ കൂടെ ഞാനും നിങ്ങളും കടന്നുപോയാലും, कैसा भी प्रतिकूल चुनौतियों भरा परिस्थितियों से मैं और आप गुजर അവൻ जाए, മാറ്റം വരാതെ ഉള്ളം കരത്തിൽ എന്നെയും നിങ്ങളെയും വരച്ചു വെച്ചിരിക്കുന്ന ഒരു നാഥനുണ്ട്. ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കരേറ്റട്ടെ. आमीन। हमें फेर बदल बिना आज भी वैसे की वैसे संभालने वाला प्रभु है, उसको हाथ उठाकर धन्यवाद करे। അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം, आज रात को यूं विश्वास करे, അവൻ അറിയാതെ എന്നിലൊന്നും ഭവിച്ചിട്ടില്ല, उसके जानकारी बिना मेरे जीवन में कोई हानि नहीं ഇനിയും होगा, സംഭവിക്കുകയുമില്ല, आइंदा कुछ घटने वाला भी नहीं है। ഇനിയും സംഭവിക്കുകയുമില്ല. आमीन। आइंदा भी कुछ ऐसे घटने वाला नहीं, उसकी जानकारी भी नहीं। വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ ഉറപ്പുണ്ടാകണം. हमें उद्धार पाए हुए लोगों में अंदर ये विश्वास और यकीन होना അവൻ चाहिए। അരുളി ചെയ്യാതെ, उसकी आज्ञा के बिना, അവൻ അനുവാദം കൊടുക്കാതെ उसकी अनुमति बिना ഒന്നും ഭവിക്കയില്ല. कुछ भी नहीं घटेगा। യേശുവിനോടുള്ള ബന്ധത്തിൽ यीशु मसीह के संबंध में അവന്റെ അസ്ഥികൾ ഒടിച്ചു കളയുവാൻ ഇവരാഗ്രഹിച്ചു. हमें उसकी टांगों को तोड़ने के लिए यहूदियों ने चाहा। പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ, हमें सदियों पहले, നൂറ്റാണ്ടുകൾക്ക് മുൻപേ सदियों पहले അവൻ പ്രവാചകന്മാർ മുഖാന്തരം हमें नबियों के द्वारा തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തി വെച്ചു. वचन में यूं लिखा गया, അവന്റെ അസ്ഥികളെ തൊടുവാൻ സമ്മതിക്കുകയില്ല. उसकी हड्डियों में से एक भी टूटने की अनुमति नहीं അവൻ है। ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കരേറ്റിക്കേ. प्रभु को महिमा दे। हालेलुया। എത്ര വട്ടം നിന്നെ ഓടിച്ചു കളയാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്, कितने बार तुझे तोड़ना चाहा, എത്ര വട്ടം തകർത്ത് കളയാൻ പിശാച് ശ്രമിച്ചിട്ടുണ്ട്. कितने दफा हमें बर्बाद करना चाहा। ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, के दास अक्सर यूं कहता है, അവൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലമോ, हमारा खाने की हमें बलभूत पर नहीं, നമ്മൾ കുടിക്കുന്ന പാനീയത്തിന്റെ പുഷ്ടി കൊണ്ടൊന്നുമല്ല ഞാനും നിങ്ങളും നിൽക്കുന്നത്. हमें हमारे खान पान की कोई फलभूत पर नहीं। हम जो ഹല്ലേലൂയ. खड़ा है, हालेलुया। എന്നെയും നിങ്ങളെയും ഉള്ളംകരത്തിൽ വരച്ചു വഹിക്കുന്ന ഒരുവനുണ്ട്. मुझे और आपको अपनी हथेलियों में रचने वाला, हथेलियों में थामने वाले प्रभु है। ഇന്ന് രാത്രി വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ,
आज रात को उद्धार पाए हुए നീ मेरे प्यारे നീ अजीजों, ദൈവത്താൽ तुम സ്നേഹിക്കപ്പെട്ടവനാണ്. परमेश्वर को प्रेम पात्र നിന്നെ है। യേശു ക്രിസ്തുവിനായി സൂക്ഷിച്ചിരിക്കുകയാണ്. यीशु मसीह के लिए सुरक्षित रखा നിന്നെ गया है, അവനായി വിളിച്ചിരിക്കുകയാണ്. उसके लिए बुलाए गए അവൻ हैं। ആത്മാവിന്റെ അവൻ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടും. യെസ്, आत्मा का क्रिया कार्य तुझ पर അവൻ प्रकट होगा। ആത്മാവിന്റെ അവൻ ശുദ്ധീകരണം നിന്റെ അകത്ത് അവൻ പകരും. आत्मा के सैंक्टिफिकेशन, पवित्रता, तेरे पवित्रीकरण तेरे जीवन में हो गया। അവൻ അറിയാതെ ഒന്നും ഭവിക്കയില്ല. उसके जानकारी बिना कुछ नहीं होगा। तेरे जीवन- മൂന്നാമത്തെ അപ്പീലാണ് तीसरी अपेक्षा, യേശുവിന്റെ കാലൊടിച്ചു കളയണം. उसकी टांग को तोड़ना, അവന്റെ അസ്ഥികൾ ഒടിച്ചു കളയണം. उसकी टांग को तोड़ना പക്ഷേ है। ഇവൻ യേശുവിന്റെ കാലൊടിക്കുവാൻ വന്നപ്പോൾ जब यीशु मसीह के टांग को तोड़ने के लिए जब सैनिक लोग आया, അവൻ മരിച്ചു കഴിഞ്ഞു. वो मर चुका था। അവൻ കാൽവറിയിൽ ഇങ്ങനെ നിലവിളിച്ചു, कालवरी में ऐसे पुकारा, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. हे पिता, मैं अपने आत्मा को तेरे हाथ में सौंप देता हूँ। സകലതും നിവർത്തിയായി. सब कुछ निभा लिया। യേശു ഇങ്ങനെ നിലവിളിച്ചു, यीशु मसीह ने यूं कहा, it is finished. सब कुछ पूरा हुआ, നിവർത്തിയായി. पूरा हुआ। ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, आज रात को मुझे सुनने वालों, ഈ തിരുവെഴുത്തിൽ കൂടെ ഞാനും നിങ്ങളും ഉയർത്തുന്ന യേശു, इस पवित्र वचन से मैं और आप महिमा അവൻ देने वाले നമുക്ക് यीशु, വേണ്ടി സകലതും നിവർത്തീകരിച്ച് मेरे लिए ഒരുവനാ. और आपके लिए सब कुछ पूरा किया അവൻ है। കാൽവറിയിൽ വിളിച്ചു പറഞ്ഞു, हमें कालवरी सलीब पर उसने यूं कहा, നിവർത്തിയായി. पूरा हुआ। എന്നെ നിവർത്തിയാക്കിയത് हमें मेरे लिए सब कुछ पूरा करने वाला, ആരെ ഞാൻ അയക്കേണ്ടു, हमें मैं किसको भेजूं, ആരെ ഞാൻ അയക്കേണ്ടു, मैं किसको भेजूं, ആരെനിക്ക് വേണ്ടി പോകും. कौन मेरे लिए जाएगा। സ്വർഗത്തിൽ കൂടിയ സുനഹദോസിൽ हमें स्वर्ग में एक ऐसा सम्मेलन हुआ, അവന്റെ ദൂതവൃന്ദങ്ങൾ മാറി നിന്നപ്പോൾ, दूतगण जब पीछे हट गया, അവൻ ദൂതവൃന്ദങ്ങൾ മാറി നിന്നപ്പോൾ दूतगण जब पीछे हट गया, പിതാവിനെ അനുസരിക്കുവാൻ पिता की आज्ञाकारी बनकर ഒരുവൻ മുൻപോട്ട് വന്നു. एक आगे आया। അവൻ ആരാണ്? वो कौन है? ദൂതന്മാരുടെ ആരാധ്യ വസ്തു. हमें दूतों की आराधना पुरुष അവനെ है। പറ്റി യെശയ്യാവ് ഇങ്ങനെയാ പറഞ്ഞത്, ऐशिया नबी यूं कह रहा है, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, हमारे लिए एक शिशु जन्मा है, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, हमारे लिए एक बेटा दे रखा है, ആധിപത്യം അവന്റെ തോളിലിരിക്കും, तमाम अधिकार उसके कंधे पर അവൻ है, അത്ഭുത മന്ത്രി, वो अद्भुत मंत्री അവൻ है, വീരനാം ദൈവം, वो वीर योद्धा है, നിത്യ പിതാവ്, आनंद पिता है, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. वो शांति का राजकुमार कर कर कहलाया जाएगा। അവൻ പിതാവിന്റെ അടുക്കൽ വന്നിട്ട് वो पिता के पास आकर ഇങ്ങനെ പറയുകയാണ്, यूं कह रहा है, അടിയനിതാ, मैं यहाँ हूँ, അടിയനെ അയക്കണമേ. मुझे भेजो। അവൻ മാനവജാതിയുടെ വീണ്ടെടുപ്പെന്ന ദൗത്യം തലയിലേൽപ്പിച്ച് हमें तमाम मानव जाति के पाप का बोझ को अपने कंधे पर ആ लेकर പാപത്തിന്റെ ഭാരം ചുമക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവൻ पाप का बोझ को अपने कंधे पर लेने के लिए इस धरती पर भेज അവൻ दिया। കാൽവറിയിൽ വിളിച്ചു പറയുകയാ, वो कालवरी सलीब पर यूं कह रहा है, നിവർത്തിയായി, पूरा हुआ, നിവർത്തിയായി. पूरा हुआ। ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കുമായി നിവർത്തിയാക്കിയ ഒരുവനെ ഞാൻ നിങ്ങൾ आज ആരാധിക്കുന്നത്. रात को मैं और आप आराधना उसकी करते हैं जिसने मेरे लिए और आपके लिए सब कुछ पूरा किया है। പീലാത്തോസിന്റെ സൈന്യം, पीलातुस के അവന്റെ सेना, പടയാളികൾ യേശുവിന്റെ അടുക്കൽ വന്നു. वो सैनिक लोग यीशु मसीह के पास आए। യേശുവിന്റെ കാലൊടിക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടെ यीशु मसीह के टांग को तोड़ने की चाहत के साथ അവൻ അവന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ आकर जब देखा, ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, वहाँ यूं लिखा, അവൻ മരിച്ചുപോയി. वो मर चुका है। അവൻ അന്ന് ഉറപ്പുവരുത്തേണ്ടതിന് उसको तय करने के അവന്റെ लिए വിലാപ്പുറം അവർ കുത്തിക്കീറി. हमें सैनिक ने उसके बर्छे से उसके पंजर को बेधा। അവന്റെ പുറം ഉഴവ് ചാലുകൾ പോലെ കീറി. हमें हालेलुया, उसके बर्छे से उसका पंजर को बेधा। അവന്റെ വിലാപ്പുറം അവർ കുത്തിക്കീറി. हमें पंजर को बेधा। രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു. हमें तुरंत लहू और पानी ഇന്ന് निकला। രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, मुझे सुनने वाले प्यारे अजीजों, നമുക്ക് വേണ്ടി അവൻ പൂർത്തീകരിപ്പാനായി കൊണ്ടുവന്നത് മുഴുവൻ പൂർത്തീകരിച്ചു. हमारे लिए पूर्तिकरण करने के लिए, पूरा करने के लिए जो कुछ लेकर आया सब कुछ पूरा हुआ। ഒന്നും അവൻ തിരികെ കൊണ്ടുപോയില്ല. कुछ भी वो वापस लेकर नहीं गया। എനിക്കും
നിങ്ങൾക്കുമായി ഒരുവൻ യാഗമായി തീർന്നു. मेरे लिए और Yes. आपके लिए बलिदान हुआ वो। ആമേൻ. പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്, प्रेरित पौलुस यूं कह रहा है, ദൈവം ഒരുവനല്ലോ, परमेश्वर एक ही है, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, मनुष्य और परमेश्वर के बीच बिछुआ करने वाला भी एक, സകലർക്കും വേണ്ടി മറുവിലയായി ഏൽപ്പിക്കപ്പെട്ടവൻ. सबके पापों के बदले में अपने जान को देने वाला एक Yes, ही he है। became a ransom for you and me. आमीन। आपके लिए और मेरे लिए पापों के बदले वो कीमत चुका लिया। അവൻ എനിക്കും നിങ്ങൾക്കുമായി മറുവിലയായി മാറി. मेरे और आपके पापों की सजा और कीमत उसने चुका ली है। അവന്റെ അസ്ഥികളെ ഒടിക്കുവാൻ അവൻ അനുവദിച്ചില്ല. उसकी हड्डियों को तोड़ने की अनुमति नहीं दी। ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ आज रात को കഴിയുമോ? कितने लोग धन्यवाद करेंगे परमेश्वर को। മൂന്നാമത്തെ അപ്പീൽ അതായിരുന്നു. तीसरा अपेक्षा वो था। നാലാമത്തെ അപ്പീല് चौथा अपेक्षा അത് ഡയറക്റ്റ് യേശുവിനോട് പറഞ്ഞ ഒരു അപ്പീല. वो सीधी यीशु से मांगा गया। അവൻ യേശുവിനോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. यीशु से सीधी तौर पर मांगा गया अपेक्षा। മത്തായി എഴുതിയ സുവിശേഷം മത്തായി मत्ती के इंजिल 27:40 വാക്യം, हमें 27 की 40 അത് मत्ती 40 മുതലുള്ള വാക്യം വായിച്ചേ. हमें 27 की 40 से जब हम यूं पढ़ते हैं, Yes. और ये कहते थे, हे मंदिर के ढाने वाले और 3 दिन में बनाने वाले, अपने आप को तो बचा, यदि तू परमेश्वर का पुत्र है तो क्रूस पर से उतरा। നാലാമത്തെ അപ്പീൽ चौथा अपील ഡയറക്ട്ലി യേശുവിനോടുള്ള അപ്പീലാ. सीधे यीशु से अपील कर रहा ഇത് है, പീലാത്തോസിനോടല്ല. ये पिलातू से नहीं। ആമേൻ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. यूं कह रहा है, ആമേൻ. 39 വാക്യം, 39 आयत, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. आने जाने वाले सिर हिला हिला कर उसकी निंदा करते। യേശുവിനെ ക്രൂശിച്ചിട്ടിരിക്കുകയാ. यीशु को लटका रखा है, അവന്റെ മുകളിൽ ഒരു മേലെഴുത്ത് എഴുതി एक വെച്ചിട്ടുണ്ട്. दोष पत्र उस क्रूस के ऊपर है। എബ്രായ, റോമ, യവന ഭാഷകളിൽ इब्रानी, लतीन और यूनानी भाषा में ഇവൻ യഹൂദന്മാരുടെ രാജാവ്, ये यहूदियों का राजा, ആമേൻ എന്നുള്ള മേലെഴുത്തും എഴുതി വെച്ച് एक दोष पत्र ऊपर चढ़ा दिया। എല്ലാവരും ഇത് വായിച്ചിട്ട് आने जाने वाले लोग पढ़ रहा है ഇവന്റെ മുഖത്ത് നോക്കി ദുഷിച്ചുകൊണ്ട് और इसके मुंह पर देखकर निंदा कर रहा है। യേശുവിനോട് ഡയറക്റ്റ് ആയിട്ട് പറയുകയാ, यीशु से सीधे मांग रख रहा നീ है, ജീവിച്ചിരുന്ന കാലത്ത് जब तू जिंदा था നീ ഒരു കാര്യം പറഞ്ഞല്ലോ. तूने एक बात कहा था। എന്താണ് പറഞ്ഞത്? क्या कहा था? അവൻ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞവനെ, ये मंदिर को ढाने वाला और 3 दिन में बनाने वाला कर कर तू നിന്നെ कहता തന്നെ था, രക്ഷിക്കാം, तू अपने आप को तो बचा ले, നിന്നെ തന്നെ രക്ഷിക്കാം. अपने आप को बचा ले। അടുത്ത കാര്യം ശ്രദ്ധിക്കണം. अगली बात को ध्यान दे। അടുത്തതാണ് ഇവരുടെ അപ്പീൽ, യേശുവിനോടുള്ള അപ്പീൽ. अपेक्षा अगली बात है, ആമേൻ. ദൈവപുത്രനെങ്കിൽ, यदि तू परमेश्वर का पुत्र है, ദൈവപുത്രനെങ്കിൽ परमेश्वर का पुत्र है तो ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. क्रूस पर से उतरा। നാലാമത്തെ അപ്പീൽ ഇതാ, चौथा अपेक्षा ये if you है, are the son of God, यदि तू परमेश्वर का पुत्र है, come down from the क्रूस cross. पर से उतरा। നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ, यदि तू परमेश्वर का पुत्र है, ആമേൻ. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ तू परमेश्वर का पुत्र है तो ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. हमें क्रूस पर से उतरा। നിന്നെ തന്നെ ഒന്ന് രക്ഷിക്ക. अपने आप को तू बचा ले। നീയല്ലേ പറഞ്ഞത്? तूने तो कहा था, നിന്റെ ശിഷ്യന്മാരല്ലേ പറയുന്നത്? तेरे चेलों ने ही कहा നീ था, ലോകത്തെ രക്ഷിപ്പാൻ तू വന്നവനാണെന്ന്. संसार को बचाने के लिए आया ഇപ്പോൾ कर। നിനക്ക് നിന്നെ തന്നെ രക്ഷിപ്പാൻ കഴിയുന്നില്ലേ? अब ये क्या हो रहा है? तू अपने आप को बचा नहीं पा रहा है। യേശുവിനോട് പറയുകയാ, यीशु से कह रहा है, if you are the son of God, यदि तू परमेश्वर का पुत्र നീ है, ദൈവത്തിന്റെ പുത്രൻ എങ്കിൽ, यदि तू परमेश्वर का पुत्र है। ഹല്ലേലൂയ. हालेलुया। അതൊരു അല്പം സംശയമുളവാക്കുന്നതാ. आमेन। ये बातें कुछ संदेह पैदा करता है। ആമേൻ. യേശുവിനോട് പറയുകയാ, यीशु से कह रहा है, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ, यदि तू परमेश्वर का पुत्र है तो। ഈ ചോദ്യം ഇതിനു മുൻപും യേശു ഫേസ് ചെയ്തിട്ടുണ്ട്. यही सवाल इससे पहले भी यीशु ने सामना किया। കർത്താവ് ഇതിനു മുൻപേ ഇത് തന്നെ ഫേസ് ചെയ്തതാ. यही समस्या पहले भी सामना किया। അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, वो कब है? 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം 40 दिन 40 रात उपवास करने के बाद തിരുവചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. वचन में यूं लिखा है, Amen. He was led to the desert by the Spirit of God. आमेन। पवित्र आत्मा ने उसको रेगिस्तान की अगुवाई की എന്തിന്? है, ആമേൻ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് शैतान से परखा जाने के लिए। അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. हमें आत्मा ने उसको रेगिस्तान की ओर अगुवाई दी। അവൻ ആ പരീക്ഷയിൽ उस परखा जाने पर പിശാച് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് शैतान यीशु मसीह के पास आकर പരസ്യ
ശുശ്രൂഷയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. हमें सार्वजनिक सेवकाई में एक सवाल उठ खड़ा നീ कर रहा है ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ यदि तू परमेश्वर का पुत्र ഈ है കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കേ. इस पत्थर को रोटी में बदलो നീയല്ലേ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, तू चमत्कार करने वाला നീ അതിശയം ചെയ്യുവാൻ तू വന്നവനല്ലേ, अद्भुत करने वाला നീ അനേകരുടെ വിശപ്പ് മാറ്റുവാൻ तू വന്നവനല്ലേ. लोगों को भूख मिटाने आया അങ്ങനെയെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കേ. यदि ऐसा है तो इस पत्थर को रोटी में അവൻ बना വീണ്ടും दो പറയുകയാ, फिर से कह रहा നീ है ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ यदि तू परमेश्वर का पुत्र അവൻ है ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് आमीन उस पर महल के ऊपर सर्वोच्च അവൻ खड़ा താഴേക്ക് कर നീ ചാട്. नीचे की ओर कूद जा നിന്നോട് നിന്നെ കാക്കേണ്ടതിന് हमें तेरे रखवाला करने के അവൻ लिए തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. वो अपने दूधों को नियुक्त അപ്പോൾ करेगा നോക്കി, യേശു ഈ അപവാദ ശബ്ദം ഇതിനു മുൻപും കേട്ടതാ. यीशु मसीह इस प्रकार की हमें शब्द को सवाल को पहले भी सुना है യേശുവിന് സംശയമില്ല, यीशु मसीह को कोई संदेह नहीं है അവൻ ദൈവപുത്രനാണെന്ന്. वो यीशु परमेश्वर का पुत्र है എങ്ങനെ करके ഉറപ്പിക്കുവാൻ കഴിയും? कैसे वो दृढ़ कर सकता है അവന്റെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ उसकी महायाजक की ये प्रार्थना യേശു में ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, यीशु मसीह यूं प्रार्थना कर रहा പിതാവേ, है हे पिता എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന हमें मुझे जो आपके सन्मुख में था ആ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തുകൊള്ളണമേ. उस महिमा में मुझे फिर से जोड़ दे എനിക്ക് അങ്ങയോട് ഒരുമിച്ചൊരു മഹത്വം ഉണ്ടായിരുന്നു. मुझे पहले आपके साथ एक महिमा था ഞാൻ അങ്ങയോട് ഒരുമിച്ചായിരുന്നു. मैं इससे पहले आपके साथ था ഞാനും പിതാവും ഒന്നാകുന്നു. मैं और Yes. पिता एक था യേശുവിന് സംശയമില്ല. यीशु मसीह को कोई संदेह नहीं എന്നാൽ ഈ പുരുഷാരം പറയുകയാണ്, लेकिन ये भीड़ कह रहा if है you are the son of God, यदि तू परमेश्वर का come पुत्र है down from the cross क्रूस से उतर रहा and save yourself. आमीन तुमसे अपने आप कह रहा है നിന്നെ തന്നെ രക്ഷിക്കൂ. बचा लो अपने आप നീ को ദൈവത്തിന്റെ പുത്രനെങ്കിൽ यदि तू परमेश्वर का संतान है യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുകയാ. यीशु मसीह का हमें पवित्रता को डिविनिटी को सवाल कर रहा है യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നു. आमीन ईश्वरीयता को सवाल कर रहा है प्रभु നീയല്ലേ यीशु പറഞ്ഞത്, हमें है तू ही तो कहा था മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയും, हमें मंदिर को ठाने वाला और 3 दिन में बनाने നിന്നെ वाला है തന്നെ രക്ഷിക്കേ. अपने आप को बचा लो നിന്റെ പേരല്ലേ യേശു. तेरे नाम ही तो यीशु है എന്താണ് അതിന്റെ അർത്ഥം? क्या मतलब है അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് आमीन वो उनके पापों से बचाने वाला था നീ അവൻ യേശുവെന്ന് പേരിടണം. हमें तो उसका नाम यीशु रखना ഓ രക്ഷിപ്പാൻ വന്നവനെ, हमें उद्धार करने के लिए आया ലോകത്തെ രക്ഷിപ്പാൻ വന്നവനെ, संसार का उद्धार करने के लिए നിന്നെ आया हुआ। തന്നെ നീ ഒന്ന് രക്ഷിച്ചേ. अपने आप को तू बचा लो 4ാമത്തെ അപ്പീല चौथा अपेक्षा മറന്നു പോകരുത്. मत भूलें യേശു ദൈവപുത്രനെങ്കിൽ यीशु सचमुच परमेश्वर का ക്രൂശിൽ पुत्र है നിന്ന് ഇറങ്ങി വാ. क्रूस से उतर रहा സമയം മുൻപോട്ട് നീങ്ങുന്നല്ലോ. समय आगे बढ़ रहा है ആമേൻ. 5ാമത്തെ അപ്പീൽ पांचवी अपील സമയത്തിനുള്ളിൽ ഇത് നിർത്തും. हमें സ്തോത്രം. समय के अंदर ആമേൻ. समाप्त करूंगा 5ാമത്തെ അപ്പീല് पांचवी अपेक्षा നാം വായിച്ച കുറിവാക്യം. हमारे मुख्य आयत जो पढ़ा गया है ആമേൻ. പീലാത്തോസിന്റെ അടുക്കൽ ഇവർ ചെന്നു. पिलातुस के पास आया 5ാമത്തെ അപ്പീലുമായിട്ട് ചെല്ലുകയാ. पांचवी अपेक्षा के ഇത് पास പീലാത്തോസിനോടുള്ള അപ്പീല. ये पिलातुस से अपेक्षा कर रहा है യേശുവുമായി റിലേറ്റഡ് ആണ്. यीशु मसीह से संबंध है എന്നാൽ പീലാത്തോസിനോട് പറയുകയാണ്, पिलातुस से कह रहा है ആമേൻ. എന്താണ് അതിന്റെ മുകളിലുള്ള ഭാഗം മുഴുവൻ വായിച്ചെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. ऊपर की कुछ आयतों को पढ़े तब समझ ആമേൻ. आएगा 62ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 62वीं आयत में यूं कह रहा ഒരുക്ക है നാളിന്റെ പിറ്റേ ദിവസം दूसरे दिन जो तैयारी के दिन മഹാപുരോഹിതന്മാരും പരീശന്മാരും फारिसी और प्रधान याजकों പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, पिलातुस के पास इकट्ठे हो लिया യജമാനനെ, हे महाराज ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ फरमाने वाला जब जीवित रहा था പറഞ്ഞ ഒരു കാര്യമുണ്ട്. हमें एक बात को याद रखो എന്താണെന്നറിയാമോ? क्या था वो 3 നാൾ കഴിഞ്ഞിട്ട് അവൻ मैं ഉയർത്തെഴുന്നേൽക്കുമെന്ന് 3 दिन के बाद जी उठूंगा അങ്ങനെ कर പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ऐसे एक बात उसने അത് कहा സംഭവിക്കാതിരിക്കേണ്ടതിന് वो बात ना पूरी हो അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചിട്ട് उसकी चेले जाकर उसकी शरीर को चुरा ना ले അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രഖ്യാപനം നടത്താതെ ഇരിക്കേണ്ടതിന് वो पुनर्जीवित हुआ कर घोषणा न कर सके അവന്റെ കല്ലറയ്ക്ക് ഉറപ്പ് വരുത്തേണം. हमें उसके कब्र को हमें रखवाली करें 5ാമത്തെ അപ്പീൽ ഇതാണ്, पांचवी अपेक्षा यूं है യേശുവിന്റെ കല്ലറ ഉറപ്പാക്കണം. यीशु की हमें कब्र को मोहर
लगाए। എന്താണ് അതിന്റെ കാരണം? क्या वजह है? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. एक ही मकसद है, യേശുവിന്റെ ഉയർപ്പിനെ തടയണം. यीशु मसीह का पुनरुत्थान को रोकना ദൂത് है। മനസ്സിലായോ? हमें संदेश समझ आया। യേശുവിന്റെ ഉയർപ്പിനെ തടയണം. यीशु मसीह का पुनरुत्थान को ആമേൻ. रोकना है। അവനെ പറ്റി ഇവര് പറഞ്ഞത് ഇങ്ങനെയാണ്: ये लोग यूं कहा, ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ, वो भरमाने वाला जब जिंदा था, ആമേൻ, പകലിൽ ഞാൻ കൈമാറിയ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാത്രി. दिन में जो संदेश प्रभु के दास ने दिया उससे जोड़ते हुए एक सवाल करना ജനങ്ങൾ चाहता എന്നെ ആരെന്ന് പറയുന്നു ഒരു ചോദ്യം കർത്താവ് ചോദിച്ചു. प्रभु ने ये सवाल किया, लोग भाग मुझे कौन कर कर कह रहा है? അവർ യേശുവിനെ അഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു ഉത്തരം ഇതാണ്: ആ ചതിയൻ ജീവിച്ചിരുന്ന കാലം. आमीन। यहाँ पर लोग इस प्रकार एड्रेस कर रहा है कि ये भरमाने वाला യേശു ചിലർക്ക് ചതിയനായി മാറിയെന്ന് തോന്നിയപ്പോൾ यीशु मसीह कुछ लोगों के लिए भरमाने वाला बन ഇന്ന് गया। രാത്രി യേശു നിങ്ങൾക്കാരാ? यीशु मसीह आपके लिए कौन ആ है? കർത്താവിനെ എങ്ങനെ ഇന്ന് രാത്രി ഒന്ന് നിർവചിക്കുവാൻ കഴിയും? हमें यीशु मसीह का डेफिनेशन आप किस प्रकार देंगे? ഓ, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാ. हमें യെസ്. आत्मा में वो आमीन हालेलुया सच्चा है। ലോകത്തിൽ വെളിപ്പെട്ടവനാ. हमें संसार में प्रकट हुआ, ദൂതന്മാരാൽ പ്രഖ്യാപിക്കപ്പെട്ടവനാ. दूतगणों से घोषणा किया हुआ है, കാൽവരി കയറിയവനാ. कालवरी पर चढ़ा हुआ അവൻ है। ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാ. आमीन। आत्मा में धार्मिकता पूरा അവൻ किया हुआ है, ദൂതന്മാർക്ക് പ്രത്യക്ഷനായവനാ. दूतों के सामने प्रकट हुआ है, ലോകത്തിൽ പ്രത്യക്ഷനായവനാ. धरती पर प्रकट हुआ है। ഇന്ന് രാത്രി ആ യേശുവുമായുള്ള ബന്ധം നമുക്ക് വർദ്ധിച്ചു വരട്ടെ. आज रात को यीशु मसीह के साथ जो संबंध को हमें पुनर्स्थापना करे। ഇവിടെ ഇതാ യേശുവിന്റെ കല്ലറ ഉറപ്പാക്കണം यीशु मसीह के कब्र को मोहर लगाने की എന്ന് बात है। പറഞ്ഞാൽ യേശുവിന്റെ ഉയർപ്പിനെ തടയണം. यीशु मसीह के पुनरुत्थान को रोकना है। ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ജനനം മുതൽ പിശാച് കൂടെ നടക്കുന്നുണ്ട്. जन्म से ही यीशु मसीह के पीछे शैतान लगे हुए हैं। ആമേൻ. യേശു ഉയർക്കപ്പെടരുത്. यीशु मसीह पुनरुत्थान ना पाए, യേശു അത്ഭുതങ്ങൾ ചെയ്യരുത്. यीशु मसीह अद्भुत ना करे, യേശുവിനെ ജനം വിശ്വസിക്കരുത്. यीशु मसीह पर लोग विश्वास ना ഇപ്പോൾ करें। ഇവര് പറയുകയാണ്, यहाँ पर लोग कह रहे അവനെ हैं വെച്ചിരിക്കുന്ന കല്ലറയ്ക്ക് അത്ര ഉറപ്പ് പോരാ. आमीन, उसको उसकी शरीर को रखा हुआ कब्र इतना पक्का नहीं है, അതുകൊണ്ട് ആ കല്ലറയൊന്ന് ഉറപ്പാക്കണം. उस कब्र को पक्का करे, मोहर करे। ആമേൻ. പീലാത്തോസ് പറഞ്ഞു, पिलातुस यूं कह रहा അത് है, നിസ്സാര കാര്യമല്ലേ, ये छोटी सी बात है, നിങ്ങൾ പോയി അത് ചെയ്തു കൊള്ളുക. तुम लोग जाकर कर लो। അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. वो लोग जाकर पहरुओं को साथ जाकर वहां पर मोहर लगाए, കാവൽക്കൂട്ടത്തെ നിർത്തി पहरुओं को रखा, കല്ലറ ഉറപ്പാക്കി. मोहर लगाकर रखवाली की। ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറുകയാ. एक संदेश देना चाहता हूं। ആമേൻ. നീ എവിടെ ഉയരത്തില്ലെന്ന് പിശാച് വാദിക്കുന്നുവോ, जहां पर शैतान आमीन हालेलुया घोषणा करता है, जहां तू ऊंचा नहीं നീ उठेगा, എവിടെ ഉയർക്കപ്പെടത്തില്ലെന്ന് പിശാച് വാദിക്കുന്നുവോ, जहां तू उठने वाला नहीं है कर शैतान घोषणा करता है, അവിടെ നിന്നെ ഉയർത്തിയെടുക്കുന്ന ഒരു കർത്താവുണ്ട്. वहां तुझे ആമേൻ. ऊंचा करने वाला प्रभु है। ഞാൻ ഈ ദൂത് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ मैं प्रभु के दास ये संदेश मनन कर रहा था, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നെ ഒരു സന്ദേശമുണ്ട്. पवित्र आत्मा प्रभु के दास के अंदर यूं दिया संदेश। തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, वचन में यूं लिखा, ആ കാലത്ത് മോശ ജനിച്ചു. उस समय पर मूसा का जन्म हुआ, നോക്കിക്കേ, ആ കാലഘട്ടത്തിൽ മോശ ജനിച്ചു. उस समय पर मूसा का जन्म हुआ, ആ കാലത്ത് മോശ ജനിച്ചു എന്ന് എഴുതണമെങ്കിൽ उस समय पर मूसा का जन्म हुआ करके लिखना ആ है तो കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. उस समय का कुछ खासियत है। എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? उस समय का खासियत क्या है? മോശയുടെ ജനനത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ത്? मूसा का जन्म का समय का खासियत क्या है? പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, निर्गमन में यूं पढ़ता അവൻ है, അവൻ എബ്രായ സന്തതികളെ മുഴുവൻ, इब्रानी संतानों को, എബ്രായ ആൺ സന്തതികളെ മുഴുവൻ കൊന്നുകളയണമെന്നുള്ള ഒരു കൽപ്പന നിൽക്കുകയാ. इब्रानी बालक जो बेटे के रूप में जन्म लेते सबको खत्म करना। എവിടെ നിന്നാണ് ആ കൽപ്പന പുറപ്പെട്ടത്? कहां से इस आज्ञा का घोषणा അവൻ हुआ? മിസ്രയീമിന്റെ അധിപനായിരിക്കുന്ന ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന്, मिस्र के राजा फरो के महल से ഫറവോൻ സൈൻ ചെയ്തതായിരിക്കുന്ന ഒരു കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. फिरो की हस्ताक्षर किए हुए घोषणा पत्र। എന്താണ് ഈ കൽപ്പന? क्या है ये आज्ञा? അവൻ ജനിക്കുന്ന ഒരാൺ സന്തതിക്കും ജീവിക്കുവാൻ അവകാശമില്ല. जन्म लेने वाला कोई भी मेल चाइल्ड हमें आमीन। पुरुष संतान जीने की अधिकार नहीं है। അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ऐसा समय पर മോശ ജനിക്കുവാനിടയായി. मूसा का जन्म हुआ। അവൻ മോശയെ, നീ ജനിച്ച കാലഘട്ടം എന്താ? हे मूसा तेरे जन्म का समय की खासियत। മോശ ഇങ്ങനെ പറയും, मूसा यूं कहेगा, എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ
ജീവിക്കുവാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടം. एक पल भी जीने का हक नहीं था, एक ऐसा समय. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ध्यान दे, മോശ ജനിച്ചു. मूसा जन्म लिया. ആമേൻ. ചുരുക്കി ഞാൻ പറയട്ടെ, संक्षिप्त में बताऊं, ഫറവോന്റെ പുത്രി അവനെ പൊക്കിയെടുത്തു. फिरो की बेटी उसको उठा लिया, അവൻ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. महल के अंदर ले गया. അവൻ കൊട്ടാരത്തിൽ കൊണ്ടുപോയി हमें महल में ले गया. അവളുടെ മകനായിട്ട് അവനെ വളർത്തി. बेटे के न्याय उसकी पाल पोषण അവൻ में ഫറവോന്റെ പുത്രി. फिरो की बेटी അവൻ അവളുടെ മകനായിട്ട് हमें अपनी बेटे के न्याय മോശയെ വളർത്തിയെന്ന്. मूसा का पालन ദേ, पोषण किया. അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ കൂടെ फिरो की महल के अंदर മുട്ടിൽ കൂടെ ഇഴഞ്ഞു നടക്കുന്ന മോശ കുഞ്ഞിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. घुटने में चलने वाला मूसा को देखे उस ആമേൻ. छोटे बालक. സ്തോത്രം. മോശയും ഫറവോനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴെന്നാ? मूसा और फिरो के आपस में संबंध क्या है? അവൻ ഫറവോന്റെ കൊച്ചുമകനായിട്ട് फिरो की पोते की आमीन. नाते की समान है. ഫറവോന്റെ കൊട്ടാരത്തിൽ, फिरो की महल में ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, मैं यूं कहूं, ഫറവോന്റെ ശരീരത്തിൽ കൂടെ കയറിയിറങ്ങി. फिरो की शरीर से घूमते चलते അവൻ फिरते അവന്റെ മുട്ടുകൾക്കിടയിൽ കൂടെ കയറിയിറങ്ങി. फिरो की टांगों के बीच में से അവൻ घुटने में चलने वाला. അവന്റെ ആഹാര പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് फिरो की बर्तन में हाथ डालकर खाना भोजन അവന്റെ करने वाला. ഗ്ലാസിൽ നിന്ന് കുടിച്ച് फिरो की पानी की गिलास से पीने वाला. വളർന്നു വരുന്ന ഒരു മോശ. बढ़ने वाला मूसा. മോശയെ, हे मूसा, നീ ജനിച്ച കാലഘട്ടം, तेरा जन्म लेने वाला उस समय നിന്റെ മേൽ മരണത്തിന് വിധി എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടം. मृत्यु की घोषणा तेरे ऊपर भी हुआ. നിനക്കൊരു നിമിഷം പോലും ജീവിക്കുവാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടം. एक पल भी तुझे जीवित रहने का हक नहीं പക്ഷേ था. ഇന്ന് രാത്രി ഓർക്കണം, आज रात को स्मरण करें, എവിടെ നിന്ന് കൽപ്പന പുറപ്പെട്ടുവോ, यहाँ से उस आज्ञा का घोषणा हुआ. അവന്റെ മരണത്തിന് വേണ്ടി എവിടെ നിന്ന് കൽപ്പന പുറപ്പെട്ടുവോ, मृत्यु की आज्ञा जिस महल से बाहर आया, അവനെ ജീവിക്കുവാൻ അനുവദിക്കില്ലെന്ന് എവിടെ നിന്ന് കൽപ്പന പുറപ്പെട്ടുവോ, जीने की अनुमति का विरुद्ध जहाँ से घोषणा हुआ, ആ കൊട്ടാരത്തിന്റെ അകത്ത് उसी महल के भीतर അവനെ കൊണ്ടുവന്ന് उसको लाकर അവിടെ വളർത്തി, वहाँ पालन पोषण അവിടെ हुआ, വലുതാക്കി, वहाँ बड़ा हुआ, അവിടെ അവനെ ഉയർത്തിയെങ്കിൽ वहाँ पर ऊंचा किया है. तो ഇന്ന് രാത്രി ഞാനൊരു ദൂത് एक കൈമാറുകയാണ്. संदेश में आपको देना चाहता നിന്നെ हूँ. എവിടെ തളർത്തുമെന്ന് പറഞ്ഞുവോ, जहाँ तुझे थकाने की कोशिश നിന്നെ करते എവിടെ हैं, ഇല്ലായ്മ ചെയ്യുമെന്ന് പിശാച് വാദിച്ചുവോ, शैतान जहाँ पर हक मांगते हैं, जहाँ खत्म करूंगा, അവിടെ നിന്നെ വളർത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. वहाँ तेरे पालन पोषण करने वाला परमेश्वर है. അവിടെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. वहाँ तेरे उन्नति करने वाला परमेश्वर നീ है. എത്ര പുറത്തു വരികയില്ല എന്ന് ശത്രു വാദിച്ചാലും कि जितना भी शैतान हक लगाए कि तू बाहर नहीं ഇന്ന് आएगा, രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. संदेश आपको दे रहा है നിന്നെ परमेश्वर की. പുറത്തു കൊണ്ടുവരികയില്ല എന്ന് പിശാച് എത്ര വാദിച്ചാലും हमें बाहर आने की अनुमति नहीं देगा करके ഇന്ന് शैतान बोले. രാത്രി നിന്റെ മേലൊരു ദൈവിക आज നിയോഗമുണ്ടെങ്കിൽ रात को परमेश्वर की नियुक्ति तुझ पर है. ഈ രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. संदेश आपको दे रहा है. അവൻ ഇതിനകത്ത് നിന്ന് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ इसके भीतर से ആഗ്രഹിക്കുന്നു. कुछ लोगों को प्रभु बाहर निकाल के लाएंगे. നിന്റെ അവസ്ഥയിൽ നിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. हालातों को परवाह ना करते हुए बाहर लाने वाला. ശത്രു നാല് സൈഡിലും കോട്ട ശക്തമാക്കട്ടെ. हमें चारों ओर शैतान बाड़ा बांधने दे. നിന്റെ ഉയർപ്പിനെ വെല്ലുന്ന കോട്ടകളെ അവൻ കെട്ടട്ടെ. तेरे हमें उन्नति को रोकने वाला बाड़ा कितना भी ऊंचा क्यों ना हो, എവിടെ നിന്നെ നശിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞുവോ, जहाँ तुझे നിന്നെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. वहाँ तुझे ऊंचा करने वाला ഇന്ന് परमेश्वर. രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്തോത്രം जितने ചെയ്യുക. लोग विश्वास करते हैं प्रभु को धन्यवाद करें. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി നിന്നെ ഉയർത്തി പുറത്തു കൊണ്ടുവരുന്ന ഒരുവൻ, हमें तुझे ऊंचा कर कर बाहर लाने वाला. അവൻ കല്ലറ എത്ര ഉറപ്പാക്കിയാലും, चाहे कितना भी मोहर लगा कर रखवाली करे, ഏതെല്ലാം മുദ്ര നിന്റെ മേൽ വെച്ചാലും, कितने भी मोहर तुझ पर लगाए, സകല മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട് तमाम मोहर को तोड़ते हुए നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. तुझे बाहर लाने के लिए ताकतवर परमेश्वर आज हमारे बीच में. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ उस प्रभु को കഴിയുമോ? धन्यवाद करें. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം. बाहर लाने वाले सामर्थ्य प्रभु. हालेलुया. ഞാൻ എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. बातों को मैं यहाँ समाप्त करना चाहता हूँ. യായിറോസിന്റെ മകളെ याईर की बेटी को മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ जब खत्म हो गई करके सुना, യേശു ആ വീട്ടിലേക്ക് ചെല്ലുകയാ. यीशु उस घर की ओर जा रहे. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെയുണ്ട്. पतरस, याकूब और यूहन्ना साथ हैं.
യേശു ആ വീട്ടിൽ ചെല്ലുമ്പോൾ यीशु उस घर पर पहुंचा। അവൻ അവിടെ കരയുന്നവരും വിലപിക്കുന്നവരും വലിയൊരു കൂട്ടമുണ്ട്. हमें विलाप करने वाला, रोने विलाप करने वाले कई लोग हैं। അവരെ മുഴുവൻ വീടിനകത്ത് നിന്ന് പുറത്താക്കി. सबको घर के भीतर से बाहर कर दिया। യേശു അകത്തേക്ക് കയറി. यीशु भीतर गया। അവൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. वहाँ यूं कह रहा है, മരിച്ചുപോയ കുഞ്ഞിനോട് വിളിച്ചു പറയുകയാ, हमें मरे हुए उस बेटी को कह रहा है, ബാലേ എഴുന്നേൽക്ക, हमें हे बेटी खड़े हो जा, ബാലേ എഴുന്നേൽക്ക. हे बेटी खड़ी हो जा। ഇന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. एक बात को ध्यान लगाए, യായിറോസിന്റെ കുടുംബത്തിന്റെ അകത്ത് याईर के घर के भीतर അവൻ ഒരുവൾ ജീവൻ പ്രാപിക്കുമ്പോൾ हमें एक बेटी जीवन को पाते हैं, പുറത്ത് വേറൊരു സംഭവം നടക്കുകയാ. बाहर दूसरे घटना हो रहा അവൻ है। എന്താണ് സംഭവം എന്നറിയാമോ? क्या है वो घटना? പരിഹാസികൾ വർദ്ധിച്ചു, हमें अपमान करने वाले बढ़ गए, പിറുപിറുപ്പുകാർ വർദ്ധിച്ചു, बुड़बुड़ाने वाले बढ़ गए, അപവാദം പറയുന്നവർ വർദ്ധിച്ചു. निंदा करने वाले बढ़ ഇന്ന് गए। രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, सुनने वाले प्यारे अजीजों, ദൂത് കൈമാറി ഞാൻ ഈ സന്ദേശം मैं അവസാനിപ്പിക്കട്ടെ. संदेश को आपको देते हुए बात को समाप्त നിന്റെ कर रहा हूं। വീടിനകത്ത് ജീവൻ പ്രാപിക്കുമ്പോൾ, हमारे घर के भीतर जब जीवन पाते हैं, പുറത്ത് പരിഹാസം ഏറി വരുന്നുവെങ്കിൽ, बाहर अपवाद और निंदा जब പുറത്ത് बढ़ते हैं, നിന്ദകൾ ഏറി വരുന്നുവെങ്കിൽ, बाहर की निंदा बढ़ते हैं, അവൻ तो നിനക്ക് സഹിക്കുവാൻ വയ്യാത്ത പരിഹാസങ്ങൾ ജീവിതത്തിൽ ഏറി വരുന്നെങ്കിൽ, असहनीय निंदा और अपमान की बात बढ़ते हैं, ഇന്ന് तो രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, पवित्र आत्मा यूं कह रहा है, നിന്റെ അകത്ത് ചിലത് ജീവൻ പ്രാപിക്കുന്നു. तेरे भीतर को जीवन पा रहा ഇന്ന് है। രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, वे जाकर मोहर लगाया, കാവൽ കൂട്ടത്തെ നിർത്തി, हमें पहरुओं को खड़ा കല്ലറ किया, ഉറപ്പാക്കി. हमें मोहर लगाकर रखवाली യേശുവിന്റെ की। ഉയർപ്പിനെ തടയുവാൻ സകലരും ശ്രമിച്ചിട്ടും, यीशु मसीह के पुनरुत्थान को रोकने की तमाम ഒരു कोशिश, സൈന്യം മുഴുവൻ ശ്രമിച്ചിട്ടും, एक सेना पूरी कोशिश ഒരു की, ഭരണകൂടം മുഴുവൻ ശ്രമിച്ചിട്ടും, हमें शासन राजशासन पूरा തിരുവചനം कोशिश। ഇങ്ങനെയാണ് പറയുന്നത്, पवित्र वचन यूं कह അവൻ रहा है, കല്ലറയെ തുറന്നുകൊണ്ട് वो खबर को तोड़ते ഓ हुए, ആ കല്ലിനെ മാറ്റിക്കൊണ്ട് हमें पत्थर को हटाते हुए, യുഗങ്ങളുടെ പാറയായവൻ, യെസ്, ഉസ് യുഗങ്ങളുടെ പാറയായവൻ, युग का चट्टान बनकर, അവന്റെ കല്ലറ വാതിൽക്കൽ വെച്ചിരുന്ന കല്ലുരുട്ടി മാറ്റിക്കൊണ്ട് खबर के मुंह पर लगाए हुए पत्थर को അവൻ हमें उठाते അവൻ हुए പുറത്തു വന്നുവെങ്കിൽ, वो बाहर आ गया। तो ഇന്ന് രാത്രി നിന്റെ ഉയർപ്പിനെതിരെ വാദിക്കുന്ന, आज रात को तेरे अमेन अमेन बढ़ोतरी के खिलाफ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്ന, बढ़ोतरी के खिलाफ आंख लगाने നിന്റെ वाला, സൗഖ്യത്തിനെതിരെ വാദിച്ചു तेरे നിൽക്കുന്ന, चंगाई के विरुद्ध बोलने നിന്റെ वाला, തലമുറയുടെ നന്മകൾക്കെതിരെ വാദിച്ചു നിൽക്കുന്ന, तेरे पीढ़ी की आशीष के विरोध में നിന്റെ बोलने वाला, ആരോഗ്യത്തിനെതിരായി നിൽക്കുന്ന, तेरे चामे शरीर की तंदुरुस्ती की सेहत നിന്റെ के विरोध बोलने वाला, നിന്റെ ആത്മീയ ഉന്നതിക്കെതിരായി നിൽക്കുന്ന, आत्मिक उन्नति के विरोध में खड़े നിന്നെ होने वाला, പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് പിശാച് വാതുകെട്ടി हमें നിൽക്കുമ്പോൾ, बाहर आने की अनुमति नहीं देगा करके शैतान ഇന്ന് हक मारते हैं। രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം, आज रात को तुझे बाहर लाने वाला ആ प्रभु, കണ്ണുകൾ ഇന്ന് രാത്രി അടച്ചേ, सभी आंखें बंद करे, എല്ലാ आंखों को ഹൃദയവും बंद करे। ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കിക്കേ. सब लोग ഈ अपने ദൂത് मन ഇന്ന് को, രാത്രി ഒന്ന് ഏറ്റെടുത്തേ. हमें इस संदेश को कितने लोग लेके हैं? ഇന്നലത്തെ ദുഃഖങ്ങളെ മറക്കുവാൻ തയ്യാറാകുക. कल के दुख को भूल सकते हैं आप। ഇതുവരെ അലട്ടിയ രോഗത്തെ മറക്കുവാൻ തയ്യാറാകുക. अब तक आपको सताने वाला बीमारियों को भूल जाओ। സാരമില്ലെന്ന് മനസ്സിലാക്ക്. आज के दुख हमें हल्के में ले, അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരുവൻ. वो तुझे बाहर लाने की सामर्थ्य है। വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തേ. विश्वास करने वाले धन्यवाद അവൻ करें, मुंह खोले। ശത്രുവിന്റെ ഉയർച്ചയ്ക്കെതിരായി എത്ര അവൻ ശക്തി കൂട്ടിയാലും, शत्रु मेरे खिलाफ कितने भी हक मांगे हैं, എത്ര കോട്ടകൾ അവൻ ശക്തിയാക്കിയാലും, कितने भी चट्टान खड़ा करे, അവൻ എന്നെ പുറത്തു കൊണ്ടുവരും. आमेन, वो मुझे बाहर लाने അവൻ वाला। ഇന്ന് രാത്രി ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ कुछ ആഗ്രഹിക്കുന്നു. लोगों को बाहर लाना चाहते हैं। കരങ്ങൾ തട്ടിയ കർത്താവിനൊന്ന് आमेन। സ്തോത്രം ചെയ്യാമോ? ताली बजाकर प्रभु को धन्यवाद करें, ഇന്ന് थोड़ी देर രാത്രി ताली ഈ बजाते ദൂത് हुए। നിന്റെ അകത്ത്, ग्लोरी 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 ഇന്ന് ग्लोरी രാത്രി ग्लोरी। ഈ ദൂത് നിന്റെ അകത്ത് आमेन, ये संदेश आपके നിനക്കൊരു भीतर, വിടുതലായി മാറട്ടെ. आमेन, ये संदेश നിന്റെ आपके लिए, കുടുംബത്തിന്റെ അകത്തൊരു വിടുതലായി മാറട്ടെ. तुम्हारे घर के भीतर एक നിന്റെ छुटकारा हो, ആത്മീയ ജീവിതത്തിനൊരു വിടുതലായി മാറട്ടെ. तुम्हारे जीवन में एक परिवर्तन। ഇന്ന് आज रात രാത്രി ആ കർത്താവിനെ സ്തുതിക്കട്ടെ. प्रभु की स्तुति हो। കർത്താവ് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु आज रात को मैं अनुग्रह करने पाए, आशीषित करने पाए। हालेलुया।